എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ ചെയ്ത പാളിപ്പോയ കരിവൽപ്പന എന്ന ഡോക്ടർ വൈശാഖൻ തമ്പിയുടെ വീഡിയോയുടെ റിപ്ലൈയിലൂടെ മൂന്നാമത്തെ പാർട്ടാണ്. നമുക്കറിയാം, ഈ വീഡിയോ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഫാൻസ് അസോസിയേഷനുകളെ അല്ല, നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ നേതാക്കളുടെ അനേകം ഫാൻസുകളുണ്ട്. ഈ നേതാക്കൾ പറയുന്ന എന്തിനേയും ചുമ്മാ അങ്ങ് വിഴുങ്ങുകയും, എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ചുമ്മാ അങ്ങ് വിഴുങ്ങുകയും ദൈവമില്ല എന്ന് സ്വയം ചിന്തിക്കുകയും ചെയ്യുന്ന, തങ്ങളുടെ ചിന്താശക്തിയെ അടിമപ്പെടുത്തിയിരിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ സ്വതന്ത്ര ചിന്തയോടുകൂടി ഇതിൻ്റെ വസ്തുതകളെ പരിശോധിക്കുവാനും ശരിയായ തീരുമാനമെടുക്കാനും സാധിക്കുന്ന ആളുകളെയാണ്. വൈശാഖൻ തമ്പി സഹോദരൻ തൻ്റെ ശാസ്ത്രത്തിലും തൻ്റെ ഫിസിക്സ് അറിവിലുള്ള വളർച്ചയിൽ നിരീശ്വരവാദം എന്ന ഈശ്വരനില്ല എന്ന ഒരു തീരുമാനത്തിലെത്തുകയും അതിന് അദ്ദേഹം കണ്ടെത്തിയ ആർഗ്യുമെൻറ്റുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈശ്വരനുണ്ട്, ഒരു ഈശ്വര വിശ്വാസി ഈശ്വരനെ വിശ്വസിക്കുന്നതിന് സയൻസിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ തന്നെ അനേകം കാരണങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് വീഡിയോ റിപ്ലൈയിലൂടെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് വശങ്ങളും കേൾക്കുകയും പരസ്പരം പരിശോധിച്ച് യുക്തിഭദ്രമായി സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവരെയാണ് ഈ വീഡിയോ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ പാർട്ടിൽ ഒരു ജനറലായ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ സയൻറ്റിഫിക്കായി എന്തുകൊണ്ടാണ് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലുണ്ട് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ പോലും ഒരല്പം ബോറിങ് വരാൻ സാധ്യതയുണ്ട്. അത്ര സങ്കീർണമായ ഒരു സയൻസാണ് ജീവനെക്കുറിച്ചുള്ള സയൻസ്. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും സയൻസിന് കണ്ടെത്തിയ കാര്യങ്ങൾ പോലും പഠിച്ചെടുക്കാൻ കഴിയില്ല. അത്രമാത്രം സങ്കീർണതയുണ്ട് ഈ സെല്ലുകളുടെയും ജീവൻ്റെയും വിഷയങ്ങളിൽ. അത് ഓരോ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അവ്യക്തതയും എന്താണെന്ന് അറിയത്തില്ലാത്ത കാര്യങ്ങളും ഒരു തരത്തിലും വിശദീകരിക്കാൻ കഴിയാത്ത പ്രതിഭാസങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കൊടുക്കുന്ന സയൻസ് കൊടുക്കുന്ന അനുമാനങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പോത്തസിസുകൾ പോലും പലപ്പോഴും വളരെ പരിമിതമായ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും പോവുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമാണ് മിറർ ന്യൂറോൺസ് എന്ന ഇന്ന് ലേറ്റസ്റ്റായി കണ്ടത്. അതിന് ഇന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ക്വാണ്ടം എൻഡൈൻമെൻറ്റ് എന്ന സൂക്ഷ്മകണികളുടെ പ്രതിഭാസത്തെ ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഒരു അനുമാനം മാത്രമാണ്, അടിസ്ഥാനപരമായ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. ഇനി ജീനുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അനേകം വിഷയങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളെ ശാസ്ത്രീയമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പോസിബിലിറ്റി എന്ന് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇതിനു മുമ്പൊക്കെയുള്ള ജനറലായിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു പോയതേ ഉള്ളൂ. എന്നാൽ ഇത് കുറച്ചും കൂടെ വൈശാഖൻ തമ്പിയൊക്കെ അവതരിപ്പിക്കുന്ന പോലെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ അവതരിപ്പിക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം കാര്യങ്ങളും ഔട്ട്ലൈൻ എടുത്തിരിക്കുന്നത് വിക്കിപീഡിയയിൽ നിന്നാണ്. കാരണം നമുക്ക് സാധാരണക്കാർക്ക് വളരെ റീച്ചബിളാണ് ആ എൻസൈക്ലോപീഡിയ. പക്ഷേ അതിനെ പൂർണ്ണമായും ഒരു ആധികാരികമായി എടുക്കേണ്ടതില്ല. പക്ഷേ ഒരു കൃത്യമായ ഒരു ഔട്ട്ലൈനും നമുക്കൊരു റെഫറൻസ്, ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുകയും ആ ഓരോ ഹിസ്റ്ററിയുടെ, സയൻസിൻ്റെ വളർച്ചയുടെ ഹിസ്റ്ററിയുടെ ഓരോ മൊമെൻറ്റിലും ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ച് വിക്കിപീഡിയയിൽ മാത്രമല്ല മറ്റ് ഗൂഗിളിലുള്ള മറ്റനേകം ജേർണലുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോയി വായിച്ച് കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ പറയുന്ന ആർഗ്യുമെൻ്റ് ആണോ ശരി, അതോ ഇതിന് വ്യത്യസ്തമായ മറ്റ് ആർഗ്യുമെൻറ്റുകൾക്ക് മറ്റെന്തെങ്കിലും വശങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പറയുകയാണ്. സയൻസിന് ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ സയൻസിൻ്റെ
വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ഹൈപ്പോത്തസിസുകളുണ്ട്. ഒരേ സമയത്ത് 18-ാം നൂറ്റാണ്ടിൽ വന്ന ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് ബദലായി ആ കാലഘട്ടത്തിൽ തന്നെ പലവിധ സിദ്ധാന്തങ്ങളുമുണ്ട്. പക്ഷേ ഒരേ സമയം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ച തെളിവുകളുടെയൊക്കെ വെളിച്ചത്തിൽ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായി ആ തെളിവുകളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളുമുണ്ട്. എന്നാൽ പൊളിറ്റിക്കലായതും സയൻറ്റിഫിക് ആയതുമായ അനേകം കാരണങ്ങളാൽ, പലപ്പോഴും ഈ സയൻറ്റിഫിക് കാരണങ്ങൾ പോലും ഉപരി പൊളിറ്റിക്കൽ കാരണങ്ങളാൽ ചില സിദ്ധാന്തങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ആധിപത്യം നേടുന്നത് നമുക്ക് കാണാൻ പറ്റും. ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തം ആധിപത്യം നേടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വിഷയമാണ് കൃത്യമായ റേസിസത്തെ. അത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നീട് റേസിസത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴും സയൻറ്റിഫിക് ആയിട്ട് തന്നെ ആ കാഴ്ചപ്പാട് തെറ്റാണെന്നും ആഫ്രിക്കയിലുള്ള മനുഷ്യർ ആധുനിക യൂറോപ്പിൽ വസിക്കുന്ന മനുഷ്യരെക്കാൾ പരിണാമപരമായി വളർച്ച കുറഞ്ഞവരാണെന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ ആ വിഷയമൊന്നും പറയാനല്ല. നമ്മൾ പറയാൻ പോകുന്ന ഏതൊരു വിഷയത്തിനും ഞാൻ വൈശാഖൻ തമ്പി അവതരിപ്പിക്കുന്ന ആർഗ്യുമെൻ്റ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പുള്ളി അവതരിപ്പിച്ചിട്ടില്ല ആർഗ്യുമെൻ്റ് പോലെ തന്നെ ഞാൻ അവതരിപ്പിക്കുന്ന ആർഗ്യുമെൻറ്റിന് ബദലായ ആർഗ്യുമെൻറ്റുകളുണ്ടെന്നും ഈ എല്ലാ നമ്മളിന്ന് സയൻസ് കണ്ടിരിക്കുന്ന റിയൽ ആയിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും വിശദീകരിക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു ഹൈപ്പോത്തസിസ് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നും തിരിച്ചറിയണം. ചില കാര്യങ്ങൾ ഒരു ഹൈപ്പോത്തസിസ് അംഗീകരിക്കുമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ അതേ വിഷയത്തിലുള്ള മറ്റൊരു ഹൈപ്പോത്തസിസ് ആണ് അംഗീകരിക്കുക. ഇത് രണ്ടും വിഷയങ്ങൾ ഒന്നിച്ച് എല്ലാത്തിനും മറുപടി പറയുന്ന ഒരു സുപ്പീരിയറായ ഒരു ഹൈപ്പോത്തസിസ് പലപ്പോഴും പല വിഷയങ്ങളിലും ഉയർന്നു വന്നിട്ടില്ല. ഞാനിവിടെ ജീവനെക്കുറിച്ചും ജീവൻ്റെ വളർച്ചയെക്കുറിച്ചും അതെങ്ങനെയാണ് ഈ ലോകത്തിൽ വരുന്നതെന്നും അതിൻ്റെ പ്രാഥമികമായ സെൽ ഫസ്റ്റ് ജീവൻ എങ്ങനെയാണ് വരുന്നതെന്നും ഈ ഫസ്റ്റ് ജീവൻ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ജീവന് എന്തൊക്കെ ക്വാളിറ്റികൾ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ഒരു ജീവൻ എന്ന് പറയാൻ പറ്റുന്നതെന്നും അതിനുശേഷം ഈ പരിണാമവാദികളും നിരീശ്വരവാദികളും ഒക്കെ പറയുന്നത് പോലെ ഒരു ശരിക്കും എവല്യൂഷൻ ഇന്ന് വലിയൊരു സയൻസായി മാറിയിട്ടുണ്ട്. മോഡേൺ സിന്തസിസ് അതുപോലെ തന്നെ മോഡേൺ സിന്തസിസ് ബദലായ മറ്റു ചില കാഴ്ചപ്പാടുകൾ അനേകം ആർഗ്യുമെൻറ്റുകളുണ്ട്. എങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഭൗതികമായ പ്രതിഭാസം മാത്രമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു വിറ്റൽ പവർ, നമുക്കതിനെ ദൈവവിശ്വാസികൾ ആത്മാവ് എന്ന് പറയും, ഒരു വിറ്റൽ പവറിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ ഉള്ളിൽ ജീവൻ എന്ന് പറയുന്നത് മനുഷ്യന് ടെസ്റ്റ് ട്യൂബുകൾ കൊണ്ട് ഇന്ന് കണ്ടെത്താൻ പറ്റാത്ത ഒരു വിറ്റൽ പവറിൻ്റെ സാന്നിധ്യം കൂടി ഇതിനകത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ കൂടി ശ്രമിക്കുകയാണ് നിലവിലുള്ള അറിവുകളുടെ വെളിച്ചത്തിൽ. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് ജീവൻ? ഇതിൻ്റെ കറക്റ്റായ ഒരു ഡെഫിനിഷനൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കതിനെ സിമ്പിളായിട്ട് ജീവൻ്റെ ചില സവിശേഷതകൾ അവതരിപ്പിച്ചുകൊണ്ട് നമുക്കിതിനെ അറിയിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ജീവന് അതിൻ്റെ ഉള്ളിൽ ഒരു അനുകൂലമായ കാലാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് ഉണ്ട്. അതിനുള്ള ഒന്നാമത്തെ പ്രത്യേകം ഒരു സെല്ലെടുത്താൽ ആ സെല്ലിൻ്റെ ഔട്ടർ അല്ലെങ്കിൽ സെല്ലിൻ്റെ പുറത്തുള്ള അന്തരീക്ഷവും ആ സെല്ലിൻ്റെ ഉള്ളിലെ അന്തരീക്ഷവും ഡിഫറൻ്റ് ആയിരിക്കും. അതിന് അനുകൂലമായ അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം സ്വാഭാവികമായി സ്വീകാര്യമായ ഒരു അന്തരീക്ഷമായിരിക്കും. അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ pH, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനുഷ്യ ശരീരം എടുത്താലും അങ്ങനെ തന്നെയാണ്. അതിനുള്ളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, കറക്റ്റായിട്ട് ഘടനാപരമായി അറേഞ്ച് ചെയ്ത ഒരു ഓർഗനൈസേഷൻ, ഒരു ഷെയ്പ്പ്, അതിൻ്റെ ഓരോ സ്ഥാനത്ത് ഓരോ സാധനങ്ങൾ. ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ വീട് എങ്ങനെയായിരിക്കുന്നത്, വീടിനൊരു ഭിത്തിയുണ്ട്, അതിനൊരു ഷെയ്പ്പുണ്ട്, അതിൻ്റെ അകത്ത് ഫർണിച്ചറുകളുണ്ട്, അതിനെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഇതെല്ലാം ക്രമീകരിച്ച ഒരു ഘടന അതിനുണ്ടാവും. അതിനുള്ള പല പ്രവർത്തനങ്ങളും നടക്കണം. കാരണം ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് റീപ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു ജീവനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ തലമുറകളെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവാണ് ജീവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം വൈറസുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ തന്നെ ഇൻറ്റേർണൽ കഴിവുകൊണ്ടല്ല, മറ്റ് ഹോസ്റ്റ് സെല്ലിൻ്റെ അല്ലെങ്കിൽ അത് പ്രവേശിക്കുന്ന സെല്ലുകളുടെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്കിൽ പോലും അതിൻ്റെ RNA-യിൽ അതിനനുകൂലമായ
വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ RNA എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിനൊരു ഗ്രോത്ത് ഉണ്ട്. അതുപോലെ ഒരു ജീവൻ ഉണ്ടാകുന്ന നിമിഷം തൊട്ട് അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ട്. അതിങ്ങനെ വളർന്ന് മച്യൂരിറ്റി പ്രാപിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സാഹചര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലേഷനുകളെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റീപ്രൊഡക്റ്റീവ് കഴിവാണെങ്കിൽ പുതിയ തലമുറകളെ സൃഷ്ടിക്കാനുള്ള കഴിവാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ജീവൻ്റെ സവിശേഷതകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെ ഉള്ള ഒന്നിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്താൽ അതിന് സ്വന്തമായിട്ടൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. അത് അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥ വരെ ഇരിക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് ഇതൊരു ജീവനുള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ, ഇതുപോലത്തെ ഡ്യൂപ്ലിക്കേറ്റുകളെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഇതിന് സ്വയം ഉണ്ടാവും. ഇതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ നിലനിൽപ്പിന് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായ അതിന് ഇൻറ്റേർണൽ അവസ്ഥകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ നിലനിൽക്കാനുള്ള കഴിവിനെതിരായി വരുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വിഷയങ്ങളോട് പ്രതികരിക്കാനും സ്വയം സംരക്ഷിക്കാനുമുള്ള ഒരു പ്രത്യേകത, എന്തെങ്കിലും തരത്തിലുള്ള കഴിവ് അതിനുണ്ടാവും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ എനർജി ഉണ്ടാകും. ഇപ്പം വൈറസിൻ്റെ കാര്യത്തിൽ എനർജി ഇതൊരു ജീവനുള്ള വസ്തുവാണോ എന്നുള്ള കാര്യത്തിൽ പല പ്രതിസന്ധികളുണ്ട്. അതവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും ഒരു യഥാർത്ഥ ജീവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എനർജി അല്ലെങ്കിൽ ഒരു ഊർജ്ജമുണ്ട്. അതിൻ്റെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെയൊക്കെയാണ് മൊത്തത്തിൽ നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ജീവൻ്റെ അടിസ്ഥാന ഘടകം. ഒരു ജീവൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. ഒരു സെൽ എന്ന് പറയും കോശം എന്ന് പറയുന്നത്. നമ്മളെല്ലാം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. നമുക്കറിയാം ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. എന്ന് പറഞ്ഞാൽ ബഹുകോശ ജീവികൾ അനേകം കോശങ്ങൾ ചേർന്ന് പരസ്പരം സഹകരിച്ച് കൃത്യമായ ഓർഡറിലും പ്രവർത്തിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ജീവിയെയാണ് ബഹുകോശ ജീവി എന്ന് പറയുന്നത്. അപ്പോൾ ബഹുകോശ ജീവിയിൽ ആ ജീവിയുടെ അസ്തിത്വത്തിന് കറക്റ്റായ പ്രവർത്തനങ്ങൾക്ക് ഒരു കോശം പോരാ, അനേകം കോശങ്ങൾ പലവിധ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ബഹുകോശ ജീവികൾ. ഇപ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇതെല്ലാം കോശങ്ങൾ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സംഗതികളും കോശങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഒരു കോശം ചെയ്യുന്നതല്ല. ഇപ്പം തലമുടി കോശമാണെന്ന് വെച്ചാൽ അതൊരു കോശ നിർമ്മിതമാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് യഥാർത്ഥത്തിൽ ജീവനുള്ള കോശമല്ല. വളരെ മൈന്യൂട്ടായ കുറേ വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും കോശങ്ങളാണ്. ഈ കോശങ്ങൾ അതിൻ്റേതായ ധർമ്മം നിർവഹിക്കുമ്പോഴാണ് നമ്മളൊരു ഹോമിയോസ്റ്റാസിക് അവസ്ഥയിലെത്തുകയും മനുഷ്യനായി തീരുന്നത് ചെയ്യുന്നത്. ഇതിനെയാണ് ബഹുകോശ ജീവികൾ. ലക്ഷക്കണക്കിന് ബഹുകോശ ജീവികളുണ്ട്. ഏകകോശ ജീവി എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ സെല്ലായിരിക്കും. നമുക്ക് സെല്ല് എന്താണെന്ന് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ സെല്ല് ഒരു ജീവൻ്റെ എല്ലാ ധർമ്മങ്ങളും ആ സെല്ലിന് ആവശ്യമായ റീപ്രൊഡക്റ്റീവായിട്ടും അതിൻ്റെ മെറ്റാബോളിക്കായിട്ടും അതിൻ്റെ തലമുറകളെ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ആ ഒരു ജീവൻ്റെ എല്ലാ സ്വഭാവ വിശേഷവും ആ ഒറ്റ സെല്ലിനുണ്ടാവും. ഇനി വൈറസ് എന്ന അതിനിടയിൽ വരുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. നമ്മളിന്ന് കൊറോണ വൈറസിനെ കൊണ്ട് കേട്ടിരിക്കുകയാണ്. പക്ഷെ അതിനും ജീവൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്. എന്നാൽ ചില വിഷയങ്ങളിൽ ജീവൻ്റെ പ്രത്യേകതകൾ പ്രവർത്തിക്കണമെങ്കിൽ മറ്റൊരു സെല്ലിൻ്റെ സഹായം ആവശ്യമാണ്, അല്ലെങ്കിൽ സമ്പൂർണ്ണതയുള്ള ഒരു സെല്ലിൻ്റെ സഹായമാണ്. എങ്കിൽ നമ്മളിനി അടുത്ത സ്ലൈഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത ചിന്തയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഒരു സെല്ല് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഏകദേശം 90% സെല്ലുകളിലെ ഓരോ പദാർത്ഥവും നിർമ്മിച്ചിട്ടിരിക്കുന്ന 6ഓളം മൂലകങ്ങളാണ്. കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഇങ്ങനെയുള്ള 6ഓളം മൂലകങ്ങളാണ്. ഞാൻ എല്ലാം കൃത്യമായി പറയാത്തത് ഒരു അന്വേഷണത്തോടെയുള്ളവരായി നമ്മൾ മാറണം. ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. അതിനുവേണ്ടിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി 4 കാറ്റഗറി ആയിട്ടാണ് ഈ മൂലകങ്ങൾ മൂലം ഉണ്ടായിരിക്കുന്ന സെല്ലിലെ പദാർത്ഥങ്ങളെ, തന്മാത്രകളെ വേർതിരിച്ചിരിക്കുന്നത്. ഒന്നിനെ പറയുന്ന പേരാണ് ലിപ്പിഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ്. നമ്മുടെ എല്ലാ സെല്ലുകളും കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്നാ പറയുക ഷുഗർ, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് തന്മാത്രകൾ, ജൈവ തന്മാത്രയാണ് ഇതെല്ലാം. അമിനോ ആസിഡുകൾ, നമ്മളൊക്കെ പറയുന്ന പ്രോട്ടീൻ, അമ്ലങ്ങൾ എന്നൊക്കെ പറയുന്ന അമിനോ ആസിഡുകൾ, ന്യൂക്ലിക് ആസിഡുകൾ. ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ്. ഈ 4 ഗ്രൂപ്പിൽ ആയിട്ട് നമ്മുടെ ഒരു സെല്ലിൽ, നമ്മുടെ എന്നല്ല
ഭൂമിയിലുള്ള ഒരു ജീവൻ്റെ ഒരു സെല്ലിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും വേർതിരിച്ചിരിക്കുന്നു. ഇത് ഏകദേശം 90% പ്രധാനപ്പെട്ട 6 മൂലകങ്ങൾ അല്ലെങ്കിൽ കാർബൺ സംയുക്തങ്ങളാണ്. അതിനുശേഷം മറ്റു ചില അയൺ, ഫോസ്ഫേറ്റ് അങ്ങനെയുള്ള മറ്റു ചില വളരെ കുറഞ്ഞ അളവിൽ ഈ തന്മാത്രകളിൽ ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ പഠിക്കണം. ഇത് ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് സെല്ല്, എന്തുകൊണ്ടാണ് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ നമുക്ക് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ ലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ്, ഈ 4 ഗ്രൂപ്പിലുള്ള ജൈവ തന്മാത്രകളും കാർബൺ എന്ന ഒരാറ്റത്തിൻ്റെ തന്മാത്രകളാണ്. എന്നുകൊണ്ട് കാർബണോട് ചേർന്ന് മറ്റ് മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന കാർബണിക തന്മാത്രകളാണ് ഇവയെല്ലാം. ഈ കാർബണിക തന്മാത്രകളെ ഉപയോഗിച്ച് കാർബണിൻ്റെ ചില കഴിവുകളെ സവിശേഷതകൾ ഉപയോഗിച്ചിട്ടാണ് സെല്ലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താണ് ലിപ്പിഡ്സ് എന്ന് നമുക്കൊന്ന് ചെറിയതായിട്ട്, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ലിപ്പിഡ്സിനെ കുറിച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാം, വലിയൊരു സയൻറ്റിസ്റ്റായി മാറാം. അത്ര വലിയ ഓരോ തന്മാത്രയെക്കുറിച്ചുമുള്ള പഠനങ്ങൾ പോലും അത്ര സങ്കീർണമാണ്. ലിപ്പിഡിനെ കുറിച്ച് ചെറിയതായിട്ട് നോക്കാം. പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന തന്മാത്രകളായ കൊഴുപ്പ്, മെഴുക്, അലിയിക്കാവുന്ന ജീവകം എ, ഡി, ഇ, കെ, ഹോർമോൺസ് തുടങ്ങിയയെല്ലാം പൊതുവെ ലിപ്പിഡുകൾ എന്ന് പറയുന്നു. ഊർജം സംഭരിക്കുക, ശരീര സന്ദേശ വിനിമയത്തിൽ പ്രധാനമായ പങ്കുവഹിക്കുക എന്നിവയാണ് കോശഭിത്തിയുടെ ഘടകമായ ലിപ്പിഡുകളുടെ പ്രധാന ജീവശാസ്ത്രപരമായ ധർമ്മം. എന്ന് പറഞ്ഞാൽ ഒരു കോശത്തിൽ പ്രധാനമായിട്ടും ലിപ്പിഡുകൾക്കുള്ള ധർമ്മം എന്ന് പറയുന്നത് സന്ദേശങ്ങൾ കൈമാറുക, എനർജീസ് അല്ലെങ്കിൽ ഊർജം സംഭരിക്കുക, കോശഭിത്തി നിർമ്മിക്കുന്നതിനൊക്കെ സഹായിക്കുക. പിന്നെ മെംബ്രാൻസ്, ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലിപ്പിഡുകളുടെ മെംബ്രാൻസ് ഒക്കെയുള്ള കോശങ്ങളുണ്ട്. മെംബ്രാൻസ് എന്ന് പറഞ്ഞാൽ കവചങ്ങൾ അല്ലെങ്കിൽ തൊലി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ലിപ്പിഡ്സ്. സംയുക്തങ്ങളാണ് അമിനോ ആസിഡുകളാൽ നിർമ്മിതമായ കാർബണിക സംയുക്തങ്ങളാണ് മാംസ്യങ്ങൾ അഥവാ പ്രോട്ടീനുകൾ. ഈ അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ അമിനോ ആസിഡുകൾ യോജിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇത് അമിനോ ആസിഡ് ഒരു കാർബണിക സംയുക്തമാണ്. ഈ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് കാർബണിക സംയുക്തമാണ്. അതിൻ്റെ കെമിക്കൽ സൈഡിലേക്ക് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ സംയുക്തങ്ങളെ പരസ്പരം യോജിപ്പിച്ചിട്ടാണ് പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നത്. കോശത്തിൻ്റെ നിർമ്മാണത്തിന്, കോശത്തിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം, ഈ ഓരോ ഘടകവും, ലിപ്പിഡ്സും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡുകളും അല്ലെങ്കിൽ DNA, RNAയും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരു ഘടകത്തിൻ്റെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ കോശം പ്രവർത്തിക്കില്ല. കാരണം അത്ര ഓരോന്നിനും അതിൻ്റേതായ വ്യക്തമായ ധർമ്മമുണ്ട്. അപ്പം പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് അമിനോ ആസിഡുകളുടെ ഒരു ചെയിനാണ്. കാർബണിൻ്റെ ചില സവിശേഷതകൾ ഉപയോഗിച്ച് ഈ പ്രോട്ടീനുകൾ ഉപയോഗിച്ചിട്ടാണ് കോശത്തിൻ്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. കോശത്തിൻ്റെ പല എൻസീമുകൾ പ്രോട്ടീനുകളാണ്. എൻസീമുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോശത്തിൽ നടക്കേണ്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രാസപദാർത്ഥത്തെയാണ് കാറ്റലൈസർ എന്ന് പറയുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യാനും ചില ഉപയോഗിക്കും. അങ്ങനെ ഒരു സഹായിക്കുന്ന, അത് കാറ്റലൈസർ പൊതുവെ ഈ രാസപ്രവർത്തനവുമായിട്ട് അതല്ലെങ്കിൽ രാസപ്രവർത്തനം നടത്തുന്ന തന്മാത്രകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യത്തില്ല. പക്ഷെ അതിനെ സ്പീഡ് അപ്പ് ആക്കാനും അതിനെ കുറയ്ക്കാനും അതിനെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കും. അങ്ങനെയുള്ള അനേകം തന്മാത്രകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ തന്മാത്രകളുണ്ട്. അങ്ങനെയുള്ള തന്മാത്രകൾ പ്രോട്ടീനുകളാണ് ഉണ്ടാക്കുന്നത്. കോശഭിത്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പ്രോട്ടീനുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. കോശത്തിൻ്റെ കട്ട അല്ലെങ്കിൽ ഒരു വീടിൻ്റെ കട്ട എന്ന് പറയുന്ന പോലെ ഒരു കോശത്തിൻ്റെ ഘട്ട പ്രോട്ടീനാണ് അല്ലെങ്കിൽ കട്ടകൾ പ്രോട്ടീൻ ആണ് നമുക്ക് പറയാം. ഇനി കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ജൈവ തന്മാത്രയാണ് കാർബോഹൈഡ്രേറ്റുകൾ. നമ്മൾക്ക് സ്വാഭാവികം വന്ന അന്നജം, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിൻ്റെ ഭാഗമാണ്. ഈ കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം ജീവികളിൽ ഊർജം സംഭരിച്ച് വെക്കുക, കോശത്തിന് ആവശ്യമായ ഊർജം സംഭരിച്ച് വെക്കുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. ഒരു ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ജീവി എങ്ങനെയായിരിക്കണമെന്നും അല്ലെങ്കിൽ ജീവിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിക് ആസിഡുകളാണ്. അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡുകൾ കൊണ്ടുണ്ടാക്കിയ DNA അല്ലെങ്കിൽ RNA തന്മാത്രയാണ്. DNA എന്ന് പറഞ്ഞാൽ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്.
ഇനി RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഇത് നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ, വളരെ സൂക്ഷ്മമായ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കടന്നു പോകുന്നത്. ഇതിലാണ് ഒരു ജീവിയുടെ എല്ലാ കാര്യങ്ങളും, ഒരു ജീവി എങ്ങനെ പ്രവർത്തിക്കണം, എപ്പം പ്രവർത്തിക്കണം, ഇതെങ്ങനെ വിഭജിക്കണം, എല്ലാ അറിവുകളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് DNA അല്ലെങ്കിൽ RNA എന്ന തന്മാത്രയിലാണ്. അതോടൊപ്പം തന്നെ DNA-ക്കും RNA-ക്കും മറ്റു ചില ധർമ്മങ്ങളുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ, സന്ദേശങ്ങൾ കൈമാറുന്നതിന് mRNA എന്നൊക്കെ പറയുന്ന, മെസഞ്ചർ RNA എന്നൊക്കെ പറയുന്ന RNA-ക്കൊക്കെ കുറേ ദൗത്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സ്യൂളുകളായി ജൈവ വിവരങ്ങൾ മറ്റ് തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയകളിൽ പകരാനുള്ള ഒരു ഡയറക്റ്റായ സന്ദേശവാഹന ദൗത്യമുണ്ട്. തലമുറകളിലേക്ക് നടക്കുന്ന മിയോസിയിലൂടെ സന്ദേശങ്ങൾ കൈവരുന്ന, അല്ലെങ്കിൽ മിയോസി എന്ന് പറഞ്ഞാൽ കോശം വിഭജിച്ച് 2 കോശമായി മാറുന്ന പ്രക്രിയയിലെ സന്ദേശവാഹ എന്ന പ്രധാനപ്പെട്ട ദൗത്യമുണ്ട്. ഇങ്ങനെ അനേകം ദൗത്യങ്ങൾ ഒരു വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്മാത്ര വിഭാഗമാണ് ന്യൂക്ലിക് ആസിഡ്. ഈ ന്യൂക്ലിക് ആസിഡുകൾക്ക് തന്നെ അതിൽ തന്നെ ജീവനില്ല. അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന DNA അതിൻ്റെ ഹോമിയോസ്റ്റാറ്റിക് ലെവലിൽ അതിന് അനുകൂലമായ സാഹചര്യം വരുമ്പോഴാണ് അത് ജീവൻ. DNA തന്നെ നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ അതിനും ഒരു ജീവനില്ല. അത് കെമിക്കലുകളുടെ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡുകളുടെ ഒരു ചെയിൻ എന്ന് വേണമെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിന് തന്നെ സ്വയമായി റിപ്ലിക്കേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഇപ്പം നമ്മൾ കണ്ടു ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, DNA, RNA ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തന്മാത്രകൾ ചേർന്നാണ് കോശമുണ്ടായിരിക്കുന്നത്. കോശമാണ് ഒരു ലൈഫിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളുടെ പ്രപഞ്ചത്തിൽ ഏകദേശം 3.5 ബില്യൺ വർഷം അല്ലെങ്കിൽ 3.7 ബില്യൺ വർഷം അല്ലെങ്കിൽ 370 കോടി വർഷം, ഇപ്പം ചിലർ പറയുന്നു അത് 450 കോടി വർഷം മുമ്പാണ് ആദ്യത്തെ ജീവൻ ഈ ലോകത്ത് ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ ജീവൻ എന്ന് പറയുന്ന തന്മാത്ര വൈശാഖൻ തമ്പിയുടെ വീഡിയോയിൽ സ്വാഭാവികമായി സംഭവിച്ചതാണ്. അനേകം സംയുക്തങ്ങളുടെ കോടാനുകോടി സംയുക്തങ്ങൾ പല സമ്മർദ്ദത്തിലും പല ഇലക്ട്രിക് അയോണീവൽക്കരണത്തിലും പല സിറ്റുവേഷനുകളിലും മിക്സ് ചെയ്യപ്പെട്ടുള്ള യാദൃച്ഛികമായി ഉരുത്തിരിഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് വൈശാഖൻ തമ്പി ജീവന്റെ ഉൽപ്പത്തിയെ പ്രതിപാദിക്കുന്നത്. ഇനി ആ യാദൃച്ഛികത ഭൂമിയിൽ തന്നെ സംഭവിച്ചാകണമെന്നില്ല. സൃഷ്ടപ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും സംഭവിച്ച് എങ്ങനെയെങ്കിലും യാദൃച്ഛികമായി വന്നതാണ്. അപ്പോൾ ഇതിനെ ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ട സംഗതി എന്ന് പറയുന്നത് DNA അല്ലെങ്കിൽ RNA ആണ്. ഈ RNA ബേസ് ചെയ്തിട്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ RNA ഉണ്ടായത് സ്വാഭാവികമായ ഒരു കെമിക്കൽ പ്രക്രിയയുടെ ഭാഗമാണ് എന്നാണ് വൈശാഖൻ തമ്പി തൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രക്രിയയിൽ നമുക്ക് ഇന്ന് കാണുന്ന ഇത്രയും വലിയ കോംപ്ലക്സിറ്റി ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കോംപ്ലക്സിറ്റി ഉണ്ടാകാൻ കാരണം, ഈ 350 കോടി 400 കോടി വർഷത്തെ ടൈം കൊണ്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ച് വളരെ സങ്കീർണമായി മാറുന്നതാണ് എന്നാണ് അദ്ദേഹം യുക്തിസഹമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇവിടെ പറയുന്നത് ആ ഫസ്റ്റ് ജീവൻ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ യാത്രയിൽ തന്നെ അനേകം വിഷയങ്ങളുണ്ട്, അതൊന്നും പറയാൻ നമുക്ക് നേരമില്ല. ഫസ്റ്റ് ജീവൻ സ്വാഭാവികമായി ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ക്രമീകരിക്കപ്പെടണം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഫസ്റ്റ് ജീവൻ സ്വാഭാവികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഇതിൻ്റെ മുന്നിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണോ എന്ന് പരിശോധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഒരു സ്വാഭാവികമായ യാദൃച്ഛികതയിൽ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയോ രൂപപ്പെട്ടു. ഇപ്പോൾ ലോട്ടറി എടുത്തു കഴിയുമ്പോൾ സൂപ്പർ അനലോട്ടോ, നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അറിയില്ല, സൂപ്പർ അനലോട്ടോ യൂറോപ്പിലൊക്കെ ഉണ്ട്, കോടിക്കണക്കിന് മനുഷ്യർ ഇത് എടുക്കും. അതിൽ ചിലർക്ക് നമ്മൾ തന്നെയാണ് നമ്പർ ലോട്ടറി ടിക്കറ്റിൽ എഴുതി കൊടുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന നമ്പറാണ് സൂപ്പർ അനലോട്ടോ എടുക്കുന്നത് തന്നെ വളരെ ഷഫിൾ ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ പബ്ലിക്കായി നിന്നുകൊണ്ടാണ്. നമ്മൾ എഴുതി കൊടുത്ത 22, 30, 40, 50, 99 ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതി കൊടുക്കും. ഈ 8, 9 ലൈൻ വരുന്ന കോളത്തിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന നമ്പർ വരികയാണെങ്കിൽ ആ സൂപ്പർ അനലോട്ട് നമ്മൾ വിൻ ചെയ്തു. അതൊരു വലിയ യാദൃച്ഛികമാണ്. 100 കോടി ജനങ്ങളുണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുത്ത നമ്പറിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വലിയൊരു സാധ്യതകളിൽ ഒരു സാധ്യതയാണ്. ചിലപ്പോൾ കോടിക്കണക്കിന് സാധ്യതകളിൽ ഒരു ഷഫിൾ ചെയ്യുമ്പോഴുള്ള സാധ്യതകൾ ഒരു സാധ്യതയാണ് നമുക്ക് ഭാഗ്യമായിട്ട് നമ്മൾ എഴുതി കൊടുത്ത നമ്പറായിട്ട് വരുന്നത്.
എന്ന് പറഞ്ഞതുപോലെ ഒരു സൂപ്പർ ലാൻഡ്നോട്ടേക്കാൾ സങ്കീർണമായ കോടാനുകോടി സാധ്യതകളിൽ ഒരു സാധ്യതയായി യാദൃച്ഛികമായി ജീവൻ എന്ന കണം ഉരുത്തിരിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണോ, അത് ഇതിൻ്റെ പിന്നിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ടാകാനുള്ള സാധ്യതയാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഇൻ്റലിജൻറ്റ് ഡിസൈനർ എന്ന സാധ്യതയെ ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ അതിനായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നമുക്കിനി അടുത്ത ഇതിൻ്റെ ബേസിക്കായ സയൻസിൻ്റെ കണ്ടെത്തലുകളിലേക്ക് വീണ്ടും കിടക്കാം. സയൻസ് ഏകകോശ ജീവികളെന്നും ബഹുകോശ ജീവികൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രോകാരിയോട്ടുകൾ, യൂക്കാരിയോട്ടുകൾ എന്ന്, യൂക്കാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ ബഹുകോശ ജീവി, പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവി എന്ന് വീഴ്ചിരിക്കുന്നു നമ്മൾ കണ്ടു. ഇപ്പോൾ സ്വാഭാവികമായും യൂക്കാരിയോട്ടുകൾ ഒരു എവല്യൂഷൻ്റെ ഭാഗമായി സാഹചര്യങ്ങളോട് പ്രതികരിച്ച് ഒരു സങ്കീർണമായ ജീവികളായി വളർന്നു വന്നതാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും പ്രോക്യാരിയോട്ടുകൾ എന്ന ഫസ്റ്റ് സെല്ല് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സെല്ലിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ് നമ്മൾ ജീവൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ എല്ലാ പ്രത്യേകതകളും. ഫസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ പറ്റണം, അതിനൊരു വളർച്ച ഉണ്ടായിരിക്കണം, അതിൻ്റെ ഉള്ളിൽ ഒരു സമീകൃതമായ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം, പുറവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ അനേകം ഘടകങ്ങൾ ചേർന്നതാണ് ആയിരിക്കണം ഫസ്റ്റ് സെല്ല്. അതുകൊണ്ട് തന്നെ യൂക്കാരിയോട്ട് എന്ന സബ്ജക്റ്റ് ഞാൻ തൽക്കാലം ഇവിടെ മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് യൂക്കാരിയോട്ട് സെല്ലിൽ അനേകം ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ട്, വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങളുണ്ട്. പ്രോക്യാരിയോട്ടിലും ഈ പ്രവർത്തനങ്ങളുണ്ടെങ്കിലും മെയിനായിട്ട് വളരെ പ്രധാനപ്പെട്ട മെയിനായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ആണെങ്കിൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ DNA അല്ലെങ്കിൽ RNA എന്ന് പറയുന്ന തന്മാത്രയാണ്. പിന്നെ റിബോസോംസ്, ആ കോശങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും ആ കോശ നിർമ്മിതിക്കും അതിൻ്റെ ഗ്രോത്തിനുമൊക്കെ സഹായിക്കുന്ന പ്രോട്ടീനുകളെ നിർമ്മിക്കുന്ന ഘടകം എന്ന് വേണമെങ്കിൽ റിബോസോമിനെ പറയാം. മിനിമം ഒരു കോശഭിത്തി ഉണ്ടായിരിക്കണം, അതിനുള്ളിൽ അല്ലെങ്കിൽ DNA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ RNA ഉണ്ടായിരിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന എൻസീമുകളെയും നിർമ്മിക്കുന്ന റീബോസോം ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിലെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ATP എന്നൊക്കെ പറയും, ഏതെങ്കിലും തരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഘടകം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതൊരു കോശമായി അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒന്നായിരിക്കണം ഫസ്റ്റ് സെല്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറയാം. നമ്മളൊരു പറമ്പിൽ കൊണ്ടുപോയി വീട് പണിയാനുള്ള വെട്ടുകല്ല്, അതിൻ്റെ മേൽക്കൂരയ്ക്കുള്ള ഓടിൻ്റെ വരെയാണെങ്കിൽ ഓടിനുള്ള സാധനങ്ങൾ, അതിൻ്റെ ഉത്തരം, കട്ടില, സിമൻറ്റ്, അങ്ങനെ ഒരു വീടിന് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ കൂട്ടിയിട്ടു. അതിന് നമ്മൾ ഷഫിൾ ചെയ്യാമെന്ന് വിചാരിക്കുക. അതിനൊരു ഡാമേജ് വരാത്ത രീതിയിൽ നമ്മൾ അതിനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾ, 100 കോടി വർഷം ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തവണയെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായി ഓർഗനൈസ് ചെയ്ത് നമ്മൾ പ്ലാൻ ഇട്ടതുപോലെ ഒരു വീടിൻ്റെ രൂപത്തിൽ അതായിത്തീരുകയാണെങ്കിൽ, അതുപോലെയാണ് ന്യൂക്ലിക് ആസിഡുകളും കാർബോഹൈഡ്രേറ്റും ലിപ്പിഡ്സും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊടാനുകൂടി വർഷം കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരുമ്പോൾ യാദൃച്ഛികമായി ഒരു കോശമായി തീർന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. വളരെ സൂക്ഷ്മമായി നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒരു വിമാനത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിമാനം നിർമ്മിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു മൈതാനത്തിലോ കൂട്ടിയിട്ടിട്ട് അതിനെ എന്തെങ്കിലും നമ്മുടെ സ്വാഭാവികമായ എന്തെങ്കിലും രീതിയിൽ അതിനെ ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ഗോളത്തിലിട്ട് അതിനെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിന് വർഷം മിക്സ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിനിടയ്ക്ക് ഒരു സമയത്ത് അത് കറക്റ്റ് വിമാനം അസംബിൾ ചെയ്തതുപോലെ അത് രൂപപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ, അതാണോ കൂടുതൽ നമുക്ക് യുക്തിസഹം? അത് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് ക്രമീകരിച്ച്, ആ ഇൻ്റലിജൻറ്റ് ഡിസൈനർ നോളേജ് ഉപയോഗിച്ച് ക്രമീകരിച്ച് ഒരു വിമാനം നിർമ്മിച്ചിട്ട് പറയുന്നതാണോ കൂടുതൽ യുക്തിസഹം?
ഈ കോശം എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വിമാനത്തിനേക്കാൾ സങ്കീർണമാണ് ഫസ്റ്റ് കോശം പോലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലും സങ്കീർണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇതിനായിട്ട് ഭൗതിക ശാസ്ത്രം ഉപയോഗിക്കുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട്. അബോജെനിസിസ് എന്നാണ് ആ ഒരു സിദ്ധാന്തത്തിൻ്റെ പേര്. അതിന് വിക്കിപീഡിയയിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ അജീവ ജീവോൽപത്തി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും ജീവോൽപത്തി ഉണ്ടായിരിക്കുന്നു. എങ്ങനെ ജീവികൾ ആദ്യമായി ഉടലെടുത്തത് അജീവോൽപത്തി വഴിയും പിന്നീടുള്ള ജീവജാലകത്തിൻ്റെ നിലനിൽപ്പ് ജൈവ ജീവജനനം ബയോജെനിസിസ് വഴിയുമാണ് എന്നാണ് നിഗമനം. ബയോജെനിസിസ്, ആ ബയോജെനിസിസിൽ നിന്നാണ് അല്ലെങ്കിൽ ജീവനില്ലാത്ത ജൈവ തന്മാത്രകൾ കൂടിച്ചേർന്ന്, ഇപ്പോൾ ജീവനില്ലാത്ത ജൈവ തന്മാത്രകൾ എന്ന് പറയുമ്പോൾ ഇന്ന് കോശങ്ങളിൽ കാണുന്ന ബേസിക്കായ തന്മാത്രകൾ അജൈവമായ രാസപ്രവർത്തനങ്ങളിലൂടെ പലവിധ കാരണങ്ങളാൽ രാസപ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുകയും അത് പിന്നീട് അജൈവമായ ഒരു സാധാരണ കെമിസ്ട്രി ലാബിൽ നടക്കുന്ന പോലെയുള്ള പലവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോടാനുകോടി സാധ്യതകളിൽ ഒരിക്കൽ അതൊരു ജൈവ തന്മാത്രയായി മാറിയെന്നും ആ ജൈവ തന്മാത്ര പിന്നീട് ജൈവ തന്മാത്രയുടെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ ഫങ്ഷണൽ പ്രവർത്തനങ്ങൾ നടത്തി അത് വിഭജിച്ച് ഇന്ന് കാണുന്ന അതിസങ്കീർണമായ സൃഷ്ടികൾ മുഴുവൻ ഉണ്ടായി എന്നാണ് ആ ബയോജെനിസിസ് എന്ന സിദ്ധാന്തം നമ്മളോട് പറയുന്നത്. അത് ഭൂമിയിൽ തന്നെയാണ് അതുണ്ടായത്, യൂണിവേഴ്സിലല്ല എന്നാണ് ആ സിദ്ധാന്തം നമ്മളോട് പറയുന്നത്. സ്റ്റാൻലി മില്ലർ എന്ന് പറയുന്ന ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് 1952 ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പരീക്ഷണമാണ് ഇതിന് അനുകൂലമായ ആദ്യത്തെ തെളിവായിട്ട് ശാസ്ത്രം ഇന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം നിരവധി ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്തി ഈ സാധ്യതയെ ശാസ്ത്രം കണ്ടെത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജൈവ തന്മാത്രകളുടെ പ്രാഥമിക ഗണങ്ങൾ എന്ന് പറയാവുന്ന ജലം, മെത്താൻ, അമോണിയ, ഹൈഡ്രജൻ തുടങ്ങിയ ആറ്റങ്ങളെ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിക്ഷേപിച്ച് അതിൻ്റെ മുകളിൽ ശക്തമായ ഇലക്ട്രിക് പൾസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമിനോ ആസിഡുകൾ ആയിട്ട് ഈ സംയുക്തങ്ങൾ മാറിയത് ഈ അബയോജെനിസിൻ്റെ ഒരു തെളിവാണ്. കാരണം ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകളും ന്യൂക്ലിക് ആസിഡുകളും. അതിനുശേഷം നടന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ പ്രഷർ, ഹീറ്റ് ഒക്കെ കൊടുത്ത് വ്യത്യസ്തമായ ടെസ്റ്റ് ട്യൂബുകളിൽ വാപ്പറൈസ് ചെയ്ത് അങ്ങനെ പല തരത്തിലുള്ള ഭൂമിയുടെ ആരംഭകാലത്തിൽ ഭൂമിയിൽ ഉണ്ടായിരിക്കാവുന്ന സാഹചര്യങ്ങൾ കൃത്രിമമായി ലാബറട്ടറിയിൽ സൃഷ്ടിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയപ്പോൾ ജൈവ തന്മാത്രകളായ ന്യൂക്ലിക് ആസിഡുകൾ, പലതരത്തിലുള്ള ജൈവ തന്മാത്രകളെ സൃഷ്ടിക്കാൻ സാധിച്ചു. ഇത് ആ ബയോജെനിസിസിൻ്റെ ഒരു സാധ്യതയാണ് എന്ന് സയൻസ് പറയുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തുകയും ചെയ്തു. ഇനി മറ്റൊരു സിദ്ധാന്തമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, പാൻസ്പെർമിയ. എന്താണ് പാൻസ്പെർമിയ? പാൻസ്പെർമിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ജൈവ തന്മാത്രകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് യൂണിവേഴ്സ് മുഴുവൻ വ്യാപിച്ചു കിടക്കണമെന്നും ഈ ജൈവ തന്മാത്രകൾ പല തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഭൂമിയിൽ വന്ന് പതിക്കുകയും അത് പിന്നീട് ജീവനായി പരിണമിച്ച് ജീവനായി മാറി എന്നുമൊക്കെയുള്ള കാഴ്ചപ്പാടാണ്. ഇതിന് തന്നെ പല തരത്തിലുള്ള ചെറിയ ചെറിയ വേരിയേഷനോടുകൂടിയ ഹൈപ്പോത്തസിസ് ഉണ്ട്. ഇതിനെ മൊത്തം പറയുന്ന പാൻസ്പെർമിയ എന്നാണ്. ഇതിന് തെളിവായിട്ട് ഓസ്ട്രേലിയയിലൊക്കെ വളരെ പുരാതനമായ ഉൽക്കകളിൽ ഗവേഷണം നടത്തിയപ്പോൾ ചില ജൈവ തന്മാത്രകൾ ജീവനുള്ള ജൈവ തന്മാത്ര DNA ഒന്നുമല്ല, ഈ ജൈവ തന്മാത്രകൾ ഭൂമിയിൽ വരികയും ഈ തന്മാത്രകൾ പലവിധ സാഹചര്യം കൊണ്ട് യോജിച്ച് ജീവനുണ്ടായി എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടാണ് പാൻസ്പെർമിയ. ഇത് ഏത് തന്നെയാണെങ്കിലും ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറിൻ്റെ ആവശ്യമില്ല, ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്നാണ് വൈശാഖൻ തമ്പി പറയുന്നത്. ഈ സ്വാഭാവികമായി ഇത് സംഭവിക്കാനുള്ള കാരണമായി വൈശാഖൻ തമ്പി പറയുന്നത് ടൈമാണ് എന്ന് പറഞ്ഞാൽ 300 കോടി വർഷത്തിൻ്റെ ടൈമിങ്. ഈ ടൈം വെച്ച് നോക്കിയാൽ പോലും ഇത് സംഭവിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഒറ്റത്തവണ സംഭവിക്കാൻ പോലും സാധ്യത ഇല്ല എന്നാണ്, അല്ലെങ്കിൽ കോടാനുകോടി സാധ്യതയിൽ ഒരു തവണ ഉണ്ടെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതാണ് എൻ്റെ ആർഗ്യുമെൻ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടു അബയോജെനിസ്, പാൻസ്പെർമിയ, ഈ രണ്ട് കാഴ്ചപ്പാടാണ് ഭൂമിയിൽ ജീവൻ ഉരുത്തിരിഞ്ഞു വന്നതിന്
തെളിവായി സയൻസ് അവതരിപ്പിക്കുന്നത്. ഓരോ കാഴ്ചപ്പാടിനും അതിൻ്റേതായ തെളിവുകളുണ്ട്. അപ്പം ഇതൊരു ഉദാഹരണമാണ്. സയൻസിൻ്റെ ഓരോ ഹൈപ്പോത്തസിസും ബേസ് ചെയ്യുന്ന അനേകം തെളിവുകളുടെ ബേസ് ചെയ്തിട്ടാണ്. പല ഹൈപ്പോത്തസിസും വളരെ നിസ്സാരമായ തെളിവുകളേ ഉള്ളൂ, ഭാവിയിൽ തെളിവ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ 2 തരത്തിലുള്ള ഹൈപ്പോത്തസിസിനെ നമ്മളിവിടെ കണ്ടു. ഇനി നമ്മൾ കോശം എന്തെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആദ്യത്തെ ജീവനുണ്ടായത് ആധുനിക സയൻസിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു നിരീശ്വരവാദി എന്താണ് ചെയ്യുക? ഇതിൽ അവന് ഏറ്റവും സ്വീകാര്യമായ കാഴ്ചപ്പാടുകളെയാണ് അവൻ സ്വീകരിക്കുക. അപ്പം സയൻസ് ദൈവത്തെ ടെസ്റ്റ് ട്യൂബിൽ അളക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എന്ന സാധ്യതയെ നിഷേധിക്കുകയും അറിവില്ല എന്ന് പറയുകയുമേ ചെയ്യുകയുള്ളൂ. ഈശ്വരൻ ഇല്ല എന്ന് പറയാതെ എനിക്ക് അറിയില്ല എന്ന് പറയുന്ന സ്റ്റേജിലെങ്കിലും ഒരു വ്യക്തി എത്തുക എന്നതാണ് ഈ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഈ വിഷയത്തെ കൂടുതൽ ആഴത്തിൽ പഠിച്ചു കഴിയുമ്പോൾ ഒരു ഈശ്വരൻ അല്ലെങ്കിൽ നമ്മൾ മതങ്ങൾ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നേരിട്ട് അനുനിമിഷം ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു ഈശ്വരൻ എന്ന കാഴ്ചപ്പാടല്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് അനേകം കാരണങ്ങളുണ്ട്, അത് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഇതിൻ്റെ എല്ലാം ആദ്യ കാരണമായ ഒരു ഇൻറ്ററാക്ഷൻ നടത്തുന്ന ഒരു റീസൺ, ഒരു ബേസിക് ഈശ്വരൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സയൻസിലൂടെ തന്നെ എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ പാൻസ്പെർമിയ മൂലമോ അബയോജനിസ് മൂലമോ എങ്ങനെയും ആകട്ടെ ഇൻ്റലിജൻറ്റ് ഡിസൈനറുടെ ഡിസിഷൻ ഇല്ലാതെ യാദൃച്ഛികമായി സംഭവിച്ചതാണ് സെല്ലെന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് സെല്ല് എന്താണ്. ഇതിനായി നമ്മുടെ ഫസ്റ്റ് സെല്ലിനെ നമുക്ക് വിളിക്കാവുന്ന അല്ലെങ്കിൽ സയൻസ് വിളിക്കുന്ന ഒരു പേരാണ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് DNA-യിലൊക്കെയുള്ള ഗവേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ DNA-യിൽ അടങ്ങിയിരിക്കുന്ന ജീനുകളെക്കുറിച്ചോ ജീനുകളുടെ തലമുറകളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തി പോകുമ്പോൾ എല്ലാ ജീവികളിലും കോമൺ ആയിട്ടുള്ള ലൈഫുമായി ബന്ധപ്പെട്ട ചില ജീനുകൾ ക്രോമസോമുകളൊക്കെ നിലനിൽക്കുന്നത് കാണുന്നുണ്ട്. ഈ ജീനുകളുടെ എല്ലാം പ്രാഥമികമായ ഒരു കോശം ഉണ്ടാകുമെന്നും ഒരൊറ്റ കോശത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരേ ടൈപ്പുള്ള കോശത്തിൽ നിന്നാണ് ഈ കാണുന്ന ജീവികളെല്ലാം ഉണ്ടായത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സയൻസ് കണ്ടെത്തിക്കൊണ്ട് അതിനൊരു പേരിട്ടു. ആ സെല്ലിൻ്റെ പേരാണ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ. ഈ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതാണ് ഫസ്റ്റ് സെല്ല്, അല്ലെങ്കിൽ ഇന്ന് അവൈലബിൾ അല്ല. ഈ ഫസ്റ്റ് സെല്ലിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സെല്ലിൽ നിന്നാണ് ഈ ജീവൻ മുഴുവൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സെല്ലിൽ മിനിമം ഉണ്ടായിരിക്കേണ്ട ഓർഗനുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിന് ഹാർട്ടുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, അല്ലെങ്കിൽ വൃക്കയുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ഒരു കോശത്തിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഫങ്ഷനുകൾ നടക്കാൻ വേണ്ടിയുള്ള ഇൻറ്റേർണൽ ഓർഗൻസും അതിൻ്റെ സിസ്റ്റംസുമാണ് ഞാനീ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് വേണ്ടത് മിനിമം ഒരു RNA, ബേസിക് ന്യൂക്ലിക് ആസിഡുകളുടെ ഒരു പ്രോഗ്രാമിങ്ങോട് കൂടിയ അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നീണ്ട ഒരു തന്മാത്രയാണ് RNA. അപ്പോൾ ഒരു മിനിമം ഒരു RNA എങ്കിലും അതിലുണ്ടായിരിക്കണം. അപ്പം ഇത് ഉരുത്തിരിഞ്ഞ് വരുന്ന RNA വേൾഡിൽ നിന്ന്, RNA വേൾഡ് എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. കാരണം ന്യൂക്ലിക് ആസിഡ് സയൻറ്റിഫിക് ആയിട്ട് ലാബോറട്ടറിയിൽ ചില പ്രത്യേക അനുകൂല അന്തരീക്ഷത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയപ്പോൾ ന്യൂക്ലിക് ആസിഡും RNA-യുടെ ഒരു പ്രാഥമിക കണകൾ എന്ന് പറയാവുന്ന ന്യൂക്ലിക് ആസിഡുകൾ സംയോജിപ്പിക്കപ്പെട്ട സംയുക്തങ്ങളും സയൻസിന് കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പരീക്ഷണത്തിൽ തെളിയിക്കാൻ സാധിച്ചതുകൊണ്ട് സയൻസ് ഇന്ന് പറയുന്നു ഒരു RNA വേൾഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയുടെ ആരംഭ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ RNA വേൾഡ് മൂലമാണ് RNA തന്മാത്ര അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിവേഴ്സൽ ആൻസർ ലൂക്കായുടെ ഫസ്റ്റ് RNA ജൈവ വിവരശേഖര തന്മാത്ര ഉണ്ടായത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാമെന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ഈ ലൂക്കായിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നും നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഏകകോശ ജീവിയിൽ സെല്ലിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങളുള്ളതെന്ന് നമുക്ക് ചിന്തിക്കാം.
ഇതിനൊരു ബേസിക് ആയിട്ടൊരു സെൽ മെംബ്രാൻ അല്ലെങ്കിൽ ഒരു തൊലി, സെല്ലിനെ ഭൗതികമായ ലോകത്തു നിന്നും അതിൻ്റെ ഇൻറ്റേർണൽ ലോകവുമായിട്ട് വേർതിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ മെംബ്രാൻ ഉണ്ടാവും. അതിനുള്ളിൽ ഒരു ക്യാപ്സൂൾ ഉണ്ടാവും. ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ ഈ മെംബ്രാൻ്റെ അകത്തുള്ള മറ്റൊരു കവചമാണ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഇതിനെ മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാം കൂടെ സെൽ വാൾ എന്ന് പറയാം. ഇതിൽ ഈ മെംബ്രാനെ സെൽ വാളിനെയും ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നവരുണ്ട്. ബേസിക് ആയിട്ട് ഇന്ന് ബാക്ടീരിയയിലൊക്കെ വളരെ സങ്കീർണമാണത്. പക്ഷേ ഒരു ഏറ്റവും പ്രാഥമികമായ ലൂക്ക എന്ന സെല്ലിന് ഒരു സെൽ വാൾ ഉണ്ടായിരിക്കണം. ഈ സെൽ വാളിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഭൗതികമായ സാഹചര്യങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റണം, എന്നാൽ നിയന്ത്രിതമായി ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് പുറത്തു നിന്നുള്ള തന്മാത്രകളും മറ്റ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലെ ഹോമിയോസ്റ്റാസിയെ ഇതിൻ്റെ അനുകൂല സാഹചര്യത്തെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ പ്രവേശിക്കാൻ പാടില്ല. എന്നാൽ ഇതിനാവശ്യമുള്ള തന്മാത്രകളും ഓക്സിജനാണ് ഓക്സിജൻ അല്ലെങ്കിൽ സൾഫർ ആണെങ്കിൽ സൾഫർ, ഇതിനാവശ്യമുള്ള തന്മാത്രകൾ നിയന്ത്രിത അളവിൽ, എന്ന് വെച്ചാൽ അനിയന്ത്രിതമായി ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും. അപ്പം നിയന്ത്രിത അളവിൽ ആവശ്യമായ അളവിൽ ഇതിനെ പ്രവേശിപ്പിക്കണം. അങ്ങനെ അതിനൊരു റെഗുലേറ്റിംഗ് കൺട്രോളിംഗ് സിസ്റ്റം, ഒരു ഗേറ്റോട് കൂടിയ ഒരു കൺട്രോളിംഗ് സിസ്റ്റത്തോട് കൂടിയ ഒരു കോശഭിത്തി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ നമ്മളിപ്പോൾ ഒരു പുറവും ലോകവും അകൽ ലോകവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത കോശഭിത്തി ആണെങ്കിൽ അത് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല. ഭൗതിക ലോകവുമായി പുറലോകവുമായി ഇൻറ്ററാക്ട് ചെയ്യാതെ വരുമ്പോൾ തന്നെ അതിനൊരു ജീവനില്ല എന്ന് നമ്മൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ സെൽ വാൾ ഉണ്ടായിരിക്കണം. ഇതിൽ ക്രോമസോമൽ DNA അല്ലെങ്കിൽ RNA ഉണ്ടായിരിക്കണം. റീബോസോംസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്താണെന്ന് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഈ പ്രധാനപ്പെട്ട ഓർഗനുകളെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലയെക്കുറിച്ച് ഒട്ടും ധാരണയില്ലാത്ത, അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ മേഖലയെക്കുറിച്ച് ഒട്ടും ധാരണയില്ലാത്ത ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എൻ്റെ പരിമിതമായ കഴിവിൽ നിന്നുകൊണ്ട് ലളിതമായി ഞാൻ ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിക്കിപീഡിയയിലെ ഇതുമായി ബന്ധപ്പെട്ട അനേകം ലേഖനമുണ്ട്. ഞാൻ ഈ പറയുന്ന ഏത് വേർഡുകൾ ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ലേഖനം കിട്ടും. ഇനി ഇതിൽ കുറേ കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ ലേഖനങ്ങളുണ്ട്. അത് സൂക്ഷ്മതയോടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തമായ ഐഡിയ, ഒരു സെൽ എന്താണ്, ഒരു ലൈഫ് എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ആർഗ്യുമെൻ്റ് അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ആർഗ്യുമെൻറ്റിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത്രയൊന്നും പോരാ. നിങ്ങളിതിനെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനറിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി വരിക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെൽ മെംബ്രാൻ എന്ന് പറയുന്ന ഇതിനെയാണ്. സെൽ മെംബ്രാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീനും ലിപ്പിഡ്സിൻ്റെ ഒരു ലെയറും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സെൽ മെംബ്രാനിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഒത്തിരി ധർമ്മങ്ങളുണ്ട് സെൽ മെംബ്രാന്. ഈ ധർമ്മങ്ങളെ സഹായിക്കുന്ന അതിസങ്കീർണമായ ഒരു നിർമ്മാണമാണ് സെൽ മെംബ്രാൻ ഉള്ളത്. പ്രോട്ടീൻ ചാനലുകളുണ്ട്. പ്രോട്ടീനുകൾ കൊണ്ട് നിർമ്മിച്ച ആവശ്യാനുസരണം തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന, സിമ്പിളായിട്ട് പറഞ്ഞ് തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന പ്രോട്ടീൻ ചാനലുകളുണ്ട്. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, ഗ്ലോബുലർ പ്രോട്ടീൻസ് ഉണ്ട്. ഞാൻ പറയുന്ന ഈ ഓരോ സാധനത്തിനും ഓരോ ധർമ്മമുണ്ട്. ഇതിൻ്റെയൊക്കെ മലയാളം വേർഡുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഗ്ലിക്കോ പ്രോട്ടീൻ ഉണ്ട്. അതുകൂടാതെ ഒരു ലിപ്പിഡ്സിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ ചുമ്മാ ഇങ്ങനെ വലിച്ചുവാരി ഇട്ടതല്ല, സിസ്റ്റമായിട്ട് ഓർഡർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിപ്പിഡ്സ് ഉണ്ട്. ഈ തന്മാത്രകളെല്ലാം കൃത്യമായ ഒരു ഡിസൈനിങ് പോലെ തന്നെ അതിസങ്കീർണമായി കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ അറേഞ്ച്മെൻറ്റിൽ എവിടെയെങ്കിലും ചെറിയ ഫാൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ, ഇതിലേതെങ്കിലും ഒരു പ്രോട്ടീനോ ഒരു ലിപ്പിഡ്സോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോശം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ, കോശത്തിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കാതെ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഫോസ്ഫോ ലിപ്പിഡ് ലെയർ എന്ന് പറയുന്നതിൻ്റെ ഈ സെൽ മെംബ്രാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം ഇതാണ് സെൽ മെംബ്രാൻ എന്ന് പറയുന്നത്. സെൽ മെംബ്രാനിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ തന്മാത്രകളുണ്ട്, പലതരത്തിലുള്ള പ്രോട്ടീനുകളുണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായി അളന്ന് ക്രമീകരിച്ചിട്ടാണ് ഒരു മെംബ്രാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സെൽ മെംബ്രാനിൻ്റെ ദൗത്യങ്ങൾ എന്തെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇതൊരു പാസീവ് ഹോമിയോസ്റ്റാസിസ് ആൻഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിനുള്ളിലെ ഓർഗനുകളെയെല്ലാം ക്രമമായി സൂക്ഷിക്കുകയും അതിനുള്ളിൽ ഒരു ഹോമിയോസ്റ്റാസി, ഒരു അനുകൂലമായ അന്തരീക്ഷം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ധർമ്മം. സെല്ലിന് ഷേപ്പ് നൽകുന്നതും സെൽ മെംബ്രാനാണ്. പക്ഷെ പല ബാക്ടീരിയകൾ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചില ഘടകങ്ങളും അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് ട്രാൻസ് മെംബ്രാൻ പ്രോട്ടീൻ ചാനൽ എന്ന് പറഞ്ഞാൽ മെംബ്രാൻ്റെ ഇടയ്ക്കുള്ള ഗേറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം.
ഈ ഗേറ്റുകളിലൂടെയാണ് തന്മാത്രകൾ അകത്തേക്കും പുറത്തേക്കും വലിയ തന്മാത്രകൾ, സെല്ലിന് ആവശ്യമുള്ള തന്മാത്രകളെ സ്വീകരിക്കുകയും ഇതിനുള്ളിലുള്ള പല ആവശ്യമില്ലാത്ത തന്മാത്രകളെയൊക്കെ പുറത്തേക്ക് തള്ളുകയൊക്കെ ചെയ്യുന്ന ഒരു ഫിൽട്ടറിങ് ഗേറ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് കൃത്യമായി ക്രമമായി ഇതിനുള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടു ഈ സെല്ലിൻ്റെ ധർമ്മം ഇതിൻ്റെ ഒരു ഹോമിയോസ്റ്റാസി കീപ്പ് ചെയ്യുക, അതോടൊപ്പം ഈ സെല്ലിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെ സ്വീകരിക്കുക, പുറത്തേക്ക് തള്ളുക, സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ മെംബ്രാൻ്റെ ദൗത്യം. ഇനി അതുപോലെ തന്നെ സെല്ലിൽ ഉള്ള മറ്റൊരു ഓർഗനാണ് റീബോസോം. റീബോസോം എന്ന് പറയുന്നത് സെല്ലിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനമാണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ DNA-യിലുള്ള വിവരങ്ങൾ അനുസരിച്ച് പുതിയ പ്രോട്ടീനുകളെ സൃഷ്ടിക്കുക. DNA-യിൽ സെല്ലിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഒരു പ്രോട്ടീൻ ഇങ്ങനെ ആയിരിക്കണമെന്നും അതിന് ഇത്ര ബേസ് ഉണ്ടായിരിക്കണമെന്നും ആ ബേസ് ഇങ്ങനെയാണ്, ഈ മോളിക്യൂളുകൾ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കേണ്ടത് എന്ന് ആ DNA ബേസിലുണ്ട്, ബേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ഒരു മെസഞ്ചർ RNA അല്ലെങ്കിൽ മെസഞ്ചർ പ്രോട്ടീൻ പോയി അത് റീഡ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് ആ റീഡ് ചെയ്ത അറിവിനനുസരിച്ചുള്ള അതിന് തത്തുല്യമായ പുതിയ പ്രോട്ടീനുകൾ സെല്ലിന് ആവശ്യമുള്ള അത്രയും, അതിനൊക്കെ ലിമിറ്റുണ്ട്, ചുമ്മാ ആവശ്യത്തിലധികമല്ല. അതിന് 1000 പ്രോട്ടീനാണ് ആവശ്യമെങ്കിൽ 1000 പ്രോട്ടീൻ ആ ലിമിറ്റ് വെച്ച് കൃത്യസമയത്ത് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് സെല്ലിൻ്റെ ഉള്ളിലുള്ള റീബോസോം. അപ്പോൾ ഈ നിലവിൽ ലൂക്കായ്ക്കുള്ളിൽ ഇത് ആദ്യമേ തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കണം. ലൂക്കായ്ക്ക് മുമ്പ് ഒരു ജീവനില്ല. അപ്പോൾ ലൂക്ക എന്ന ആദ്യത്തെ സെല്ലിൽ ഈ പറയുന്ന റിബോസോം ഉണ്ടായിരിക്കണം. ലൂക്കായ്ക്ക് ശേഷം വരുന്ന സെല്ലുകൾ അല്ലെങ്കിൽ ലൂക്ക വിഭജിച്ച് മറ്റു സെല്ലുകൾ ഉണ്ടാവുമ്പോൾ ഇതൊരു പ്രശ്നമല്ല. കാരണം ഓൾറെഡി ലൂക്കായുടെ DNA-യിൽ ഇത് എഴുതിയിട്ടുണ്ട്. 2 സെല്ലുകളായി വിഭജിക്കുന്ന സമയത്ത് ഓൾറെഡി ലൂക്കായിലെ റിബോസോംസ് ഈ പറയുന്ന എല്ലാ പ്രോട്ടീനുകളെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ റിബോസോമിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് റിബോസോം എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, റിബോസോമുകളെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അതിനുശേഷമാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം അത് ഗ്രോത്ത് ഫാക്ടറായിട്ട് ഗ്രോത്തിൻ്റെ സമയത്തും ആവശ്യമായ കൂടുതൽ പ്രോട്ടീനുകളെ ഉണ്ടാക്കുന്നു. പക്ഷേ ഫസ്റ്റ് സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ജീവൻ വെക്കുന്ന സമയത്ത് ഈ റിബോസോം അവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു പോയിന്റ്. അപ്പോൾ ഈ സങ്കീർണത ആരാണ് റിബോസോം ഒരു ഫസ്റ്റ് സെല്ലിൽ കൊണ്ടുവച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനേകം വിവരങ്ങൾ ഞാൻ പറയാതെ പോകുന്നുണ്ട്. കാരണം അത് അത്ര സങ്കീർണമായതുകൊണ്ടാണ് ഞാനത് പറയാതെ പോകുന്നത്. ഓരോ പ്രോട്ടീൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത് മില്യൺ കണക്കിനാണ്, 10 മില്യൺ ഒക്കെയാണ്. ഒരു DNA-യുടെ ഒക്കെ ഏറ്റവും ചെറിയ DNA-ക്ക് തന്നെ 180 കോടി ബേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 180 എന്ന് പറഞ്ഞാൽ കൃത്യം കണക്കല്ല, ഇന്ന് സയൻസ് കണ്ടെത്തിയ ഏറ്റവും ചെറിയ DNA അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയിൽ അടങ്ങുന്ന ഏറ്റവും ചെറിയ DNA-ക്ക് 150 കോടി ഉണ്ട്. അതേ സ്ഥാനത്ത് നമുക്കറിയാം ഒരു മിനിമം ഇന്ന് സിന്തസൈസ് ചെയ്ത് DNA ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബാക്ടീരിയയുടെ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിൽ കമ്പ്യൂട്ടറിൽ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്തല്ല, കാരണം അതിനെ അത്രമാത്രം അറിവ് നമുക്കില്ല. നിലവിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു ബാക്ടീരിയയുടെ DNA എടുത്തിട്ട് അത് പഠിച്ചിട്ട് അതുപോലെ, എന്നാൽ ജൈവപരമായ പ്രവർത്തനമില്ലാതെ ഫാക്ടറിയിലെ കൃത്രിമമായ ടെക്നിക്ക് ഉപയോഗിച്ച് DNA ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ DNA കൊണ്ടുപോയി ഒരു ഹോമിയോസ്റ്റാസിയുള്ള ഒരു ബാക്ടീരിയയിലെ DNA എടുത്ത് മാറ്റിയിട്ട് ഈ DNA കൊണ്ട് അവിടെ വെച്ചു, അത് റിപ്ലിക്കേറ്റ് ചെയ്തു എന്നാണ് സയൻസിലെ ഒരു പരീക്ഷണം ഇന്ന് തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു DNA എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകൃതിയിലെ സംയുക്തങ്ങളുടെ തന്മാത്രകളുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള മിക്സിങ്ങിലും ചെയിൻ റിയാക്ഷനുകളിലൂടെയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ ഒരു DNA ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനു ചുറ്റും ഒരു സെൽ മെംബ്രാൻ ഉണ്ടാകുകയും ആ DNA വർക്ക് ചെയ്യിക്കുന്ന എൻസീമുകൾ കൃത്യമായ അളവിൽ അതിനുള്ളിൽ ക്രമീകരിക്കപ്പെടുകയും അതിന് ആവശ്യമായ റീബോസോം പോലെയുള്ള ഈ DNA-യുടെ പ്രവർത്തനത്തെയും വളർച്ചയെയും ഒക്കെ സഹായിക്കുന്ന റീബോസോം പോലെയുള്ള കെമിക്കൽ ഫാക്ടറികൾ, പലതരത്തിലുള്ള കെമിക്കൽ ഫാക്ടറികൾ അതിൽ ഉണ്ടാകുകയും അതെല്ലാം കൃത്യമായ രീതിയിൽ
ക്രമീകരിക്കുകയും അതിനാവശ്യമായ ചാനലുകളും റൂട്ടുകളും ഒക്കെ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ഇതിനകത്തൊരു കോംപ്ലക്സിറ്റി ഉണ്ടാകുന്നത്. കാരണം സെല്ല് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന അത്രമാത്രം സങ്കീർണമാണ്. നമുക്കറിയാം, ആധുനിക ലോകത്തെ ഒരു വീട് നമ്മൾ സംവിധാനം ചെയ്യുമ്പോൾ അതെല്ലാം കൃത്യമായ അളവിലും കണക്കിലും എല്ലാം ക്രമീകരിച്ച് വെക്കേണ്ട സ്ഥലത്ത് ഡോറൊക്കെ വെച്ച് അത് ക്രമീകരിച്ച് കൃത്യമായ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു മൈൻഡിൻ്റെ പ്ലാനിങ്ങോട് വേണം ഒരു വീട് പണിയുന്നത്. അതേ സ്ഥാനത്ത് ആ വീടിൻ്റെ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിട്ട് അത് യാദൃശ്ചികമായി കൃത്യമായി അങ്ങനെ ഡിസൈൻ ചെയ്തു വന്നു എന്ന് വിശ്വസിക്കുന്നത് പോലും സാമാന്യ ബുദ്ധിക്കും, ഇനി സാമാന്യ ബുദ്ധിക്ക് അവർക്ക് യാതൊരു തരത്തിലും നമ്മൾ പ്രോബബിലിറ്റിയെ കുറിച്ചുള്ള സയൻസിൻ്റെ തിയറി ഉപയോഗിച്ച് പോലും ചിന്തിച്ചാൽ നമുക്ക് സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഒരു റൂമിൻ്റെയൊക്കെ ഷേപ്പിലൊക്കെ ഒരു സംഗതി വരാം, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ കൃത്യമായി കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു രീതിയിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കടക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് ബോധ്യപ്പെട്ടു വരും. DNA തന്നെ ഏറ്റവും ചെറിയ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും 150 കോടി ബേസുകളുണ്ട്. നമ്മൾ അത്രയൊന്നും കണക്കുന്നില്ല. ഒരു RNA വേൾഡിലുള്ള ലൂക്ക എന്ന് പറയുന്ന ഒരു DNA അതിനകത്തില്ല. ഒരു RNA ആണ് ഉണ്ടെന്ന് വിചാരിച്ചാൽ പോലും അതിനുള്ള സെൽ മെംബ്രാൻ ഉണ്ടായിരിക്കണം, റീബോസോംസ് ഉണ്ടായിരിക്കണം. അതുമാത്രം പോരാ, ഈ റീബോസോംസ് ഒന്നും ചുമ്മാ കൊണ്ടേ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തിക്കില്ല. ഓൾറെഡി അതിനുള്ളിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം, ഡ്യൂപ്ലിക്കേഷൻ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഫാക്ടേഴ്സ് എല്ലാം വ്യത്യസ്തമായ പ്രോട്ടീനുകളാണ്. എല്ലാം 100% നമുക്കറിയില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിക്കപ്പെട്ടാൽ മാത്രം വളരാൻ തുടങ്ങുള്ളൂ. ഈ വളർച്ചയാണെങ്കിൽ ഇങ്ങനെ നിശ്ചലമായിരിക്കുന്ന ഒരു സെല്ല് പയ്യെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു മൂവ് ചെയ്യാൻ. സെല്ല് മൊത്തമല്ല, ഇന്റേണലായിട്ട് അതിൻ്റെ ഓർഗൻസ് അതിൻ്റെ റിയാക്ഷനും പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിന് ജീവനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ DNA സൈസുകളെ കുറിച്ചും പേരിൻ്റെ വലുപ്പത്തെക്കുറിച്ചും നമ്മളിപ്പം ചിന്തിക്കുന്നില്ല. അത് നമ്മൾ ആദ്യത്തെ ലൂക്ക എന്ന ആദ്യത്തെ ലൈഫ് സെല്ലിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ 150 കോടിയൊന്നും വേണ്ട. ഇന്നത്തെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന സിന്തസിസ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സെൽ DNA കൃത്രിമമായിട്ട് ലാബറട്ടറിയിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ DNAയിലെ ജീനുകൾ ഏകദേശം 380ഓളം അടിസ്ഥാന ജീനുകൾ ജീവനുമായി ബേസിക്കായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ജീവികളിലും ആ ജീനുകൾ ഉണ്ടെന്നൊക്കെ കണ്ടെത്തി അതിനെയൊക്കെ വേർതിരിച്ചിട്ടാണ് അവരുണ്ടാക്കിയത്. പക്ഷേ ഈ ജീൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ DNA ഉണ്ടാക്കുക എന്നുള്ളതല്ല പ്രശ്നം. ഈ DNA വർക്ക് ചെയ്യുന്ന അനുകൂലമായ ഒരു അന്തരീക്ഷവും അതിനാവശ്യമായ ഓർഗൻസും ഉണ്ടാക്കി അത് കൃത്യമായി ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സഹായമില്ലാതെ സ്വാഭാവികമായി സംഭവിക്കാനുള്ള സാധ്യത നമ്മളൊരു സയൻസിൻ്റെ പ്രോബബിലിറ്റി മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് അനലൈസ് ചെയ്താൽ പോലും കുറവാണ്. ആ ഒരു പ്രോബബിലിറ്റി മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് അനലൈസ് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാകാനാണ് സാധ്യത എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരു മാത്തമാറ്റിഷ്യൻ അല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ മാത്തമാറ്റിക് ഇക്വേഷൻസ് എനിക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. ചിത്തോപ്ലാസ്മയെ കുറിച്ച് വളരെ ചുരുങ്ങി. ചിത്തോപ്ലാസ്മ എന്ന് പറയുന്നത് വാട്ടർ ബേസ്ഡ് ആയിട്ട് അനേകം പ്രോട്ടീനുകൾ, അനേകം തരത്തിലുള്ള പ്രോട്ടീനുകളും സെല്ലിൻ്റെ ഓർഗനുകളും സെല്ലിന് ആവശ്യമായ ജൈവ തന്മാത്രകൾ, കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ വ്യത്യസ്തമായ തന്മാത്രകളെല്ലാം അടങ്ങിയ സാൾട്ട്, ഇങ്ങനെ അനേകം തന്മാത്രകളൊക്കെ അടങ്ങിയ സെൽ മെംബ്രാനിൽ ക്ലോസ് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു ലൂക്കായിൽ ഒരു ന്യൂക്ലിയസ് ഇല്ല. ലൂക്കായിലെ DNA ഇങ്ങനെ ചിത്തോപ്ലാസ്മയിൽ ഒരു വള്ളി പോലെ ചുരുണ്ട് കിടക്കുകയാണ്. അതേ സ്ഥാനത്ത് ഒരു യൂക്കാരിയോട്ടിക് സെല്ലിൽ ചില ബാക്ടീരിയകളിലും യൂക്കാരിയോട്ടിക് സെല്ലിലൊക്കെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് DNA ഇരിക്കുന്നത്. അത് ന്യൂക്ലിയസ് തന്നെ സെല്ലിനുള്ളിലെ പാർട്ടാണ്, മറ്റൊരു മെംബ്രാൻ അല്ലെങ്കിൽ മറ്റൊരു റൂമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പം ചിന്തിക്കുന്നില്ല. ലൂക്കയിൽ ഇതിങ്ങനെ ചെതറിക്കിടക്കുകയാണെന്നാണ് സയൻസ് പറയുന്നത്. നമുക്ക് അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാം. ഏറ്റവും കേവലമായ ജീവന്റെ സാധ്യതയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പം സയന്റിഫിക്കായിട്ട് ചില എൻസൈമുകളുടെയൊക്കെ സഹായത്താൽ RNA സിന്തറ്റിക് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ പോലും ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. സെൽ ക്ലോക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സെല്ലിൻ്റെ ഒരു ഗ്രോത്ത് ടൈമുണ്ട്. അനേകം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടാലേ ഇന്നത്തെ ഒരു ലൈഫിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ ലൂക്കയുടെ ഒരു ലൈഫ് കൃത്യമായി വളർന്ന് കൃത്യമായ സമയമാകുമ്പോൾ അത് രണ്ടായി വിഭജിച്ച് മറ്റൊരു ബാക്ടീരിയയായി മാറുകയുള്ളൂ. അതിന് എക്സ്റ്റേണലായ ഫാക്ടേഴ്സും ഇതിന് ഘടകമാണ്, ഇന്റേണൽ ഫാക്ടേഴ്സും ഇതിന് ഘടകമാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പ്രകൃതി ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ സങ്കീർണമായ ഇന്നും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സെല്ലിനുള്ളിലെ ഒരു ഫംഗ്ഷനാണ് പ്രോട്ടീൻ ബയോസിന്തസൈസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്.
ഇത് മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ റീബോ ന്യൂക്ലിക് ആസിഡ്, മെസ്സഞ്ചർ RNA എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ന്യൂക്ലിക് ആസിഡിൻ്റെ സഹായത്താലാണ് ഇത് ചെയ്യുന്നത്. മെസ്സഞ്ചർ RNA ഉണ്ട്, ട്രാൻസ്ഫർ RNA ഉണ്ട്, ഇതിനെ ഈ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്ന മൈക്രോ RNA ഉണ്ട്. ഈ പ്രവർത്തനത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്പീഡ് കൂട്ടുന്നതും സ്പീഡ് കുറയ്ക്കുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതുമായ പ്രോട്ടീൻസ് ഉണ്ട്. ന്യൂക്ലിക് ആസിഡുകളുടെ സംയുക്തമായ റീബോ ന്യൂക്ലിക് ആസിഡുകളുണ്ട്. ഇതിന് അനേകം തരത്തിലുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാരണം ഇതൊരു സെല്ലിന് ആവശ്യമായ വരുന്ന സമയം സെല്ല് തിരിച്ചറിയുകയും ആ സമയത്ത് ഇത് സ്റ്റാർട്ടിങ് ഒരു ട്രാൻസ്ഫർ RNA പോയിട്ട് DNA-യുമായി കണക്ട് ചെയ്തിട്ട് DNA-യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജീനുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അതിന് തത്തുല്യമായ വിവരം ഒരു റീബോസോമിൽ കൊടുത്ത് റീബോസോമിൽ ആ സമയത്ത് റീബോസോമിൻ്റെ ഈ നമ്മൾക്ക് ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ സ്റ്റാർട്ടിങ് ഫാക്ടറൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ സ്പീഡൊക്കെ കറക്റ്റ് ചെയ്ത് സെല്ലിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി പ്രോട്ടീൻ നിർമ്മിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ്. ഇപ്പം ഒരു സെല്ലിന് അനേകം തരത്തിലുള്ള പ്രോട്ടീനുകൾ ആവശ്യമാണ്. ഇപ്പോൾ സെൽ മെംബ്രാൻ വളരുന്നതിനനുസരിച്ച് സെൽ മെംബ്രാനിലുള്ള പലതരത്തിലുള്ള പ്രോട്ടീനുകൾ വേണം, റീബോസോം ഉണ്ടാക്കാനുള്ള പ്രോട്ടീൻ വേണം. ഇതുപോലെ തന്നെ DNA എന്ന് പറയുന്നത് വലിയ നീണ്ട ഒരു ഇതാണ്. അപ്പം DNA-യുടെ ജീനുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇങ്ങനെ പല തരത്തിലുള്ള പ്രക്രിയകളാണ്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് പ്രോട്ടീൻ ബയോസിന്തസിസ്. ഈ പ്രോട്ടീൻ ബയോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ പോലും നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം സങ്കീർണമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ തന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്ന് സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞ് വരുന്നതാണോ എന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി സാമാന്യ ബുദ്ധി നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ യുക്തിവാദത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ സയൻസ് വളരുന്നത് സാമാന്യ ബുദ്ധിയിൽ തന്നെയാണ്. ക്ലൈമാക്സിൽ പലപ്പോഴും സാമാന്യ ബുദ്ധിയെ സയൻസ് ഇപ്പം ബിഗ് ബാങ്ങിനെ കുറിച്ചുള്ള വൈശാഖൻ തമ്പിയുടെ ടീച്ചിങ്ങിൽ അവസാനം ബിഗ് ബാങ്ങിനപ്പുറത്ത് എന്താണ്, സമയവും സ്പേസും ഉണ്ടായതിനപ്പുറത്ത് എന്താണെന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കരുത്, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല, അതിനെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് സിമ്പിളായ ലോജിക്കിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സെല്ലിൻ്റെ ആ സങ്കീർണമായ പ്രവർത്തനങ്ങളെ ഇനി സയൻസ് വളർന്ന് 1000 ഇരട്ടി വളർന്ന് ഇത് കണ്ടെത്തിയാൽ പോലും ഈ കണ്ടെത്തിയ സങ്കീർണതയെ, ഇന്ന് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന സങ്കീർണതയെ പോലും അത് സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി കണ്ടെത്താൻ ഇതിൻ്റെ ഒരു 10% പോലും കണ്ടെത്തിയിട്ടില്ല. കാരണം അത്രമാത്രം സങ്കീർണമായി ഇനിയും 90% ഈ പ്രോട്ടീൻ സിന്തസൈസ് എന്ന പ്രക്രിയ തന്നെ ഇനി സയൻസിന് കണ്ടെത്താനുണ്ട്. അതിൻ്റെ അനേകം ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. അതുപോലും സയൻസ് ഫുൾ കണ്ടെത്തിയാൽ പോലും ഇത്രയും കോംപ്ലക്സിറ്റി ഉള്ള ഒരു സംഭവം നാച്ചുറലായിട്ട് പ്രകൃതിയിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നതാണോ കൂടുതൽ സാധ്യത, അതോ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ എക്സ്റ്റേണൽ നോളജിൻ്റെ റോൾ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതാണോ എന്ന് ഓരോ സ്വതന്ത്രമായി ചിന്തിക്കുന്ന യുക്തിവാദിയും ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെല്ലിൽ വരുന്ന പ്രോട്ടീൻ സിന്തസിസിനേക്കാളും സങ്കീർണമാണ് എന്ന് നമുക്ക് തോന്നാവുന്ന മറ്റൊരു പ്രക്രിയയാണ് മിത്തോസിസ്. മിത്തോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂക്ക അതിൻ്റെ വളർച്ച പൂർത്തിയായി കഴിയുമ്പോൾ അത് 2ആയിട്ട് വിഭജിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലൂക്കയെ പോലെ തന്നെയുള്ള വ്യത്യസ്തമായ 2 ലൂക്കാമാരെ സൃഷ്ടിക്കുന്നു. ഇതാണ് മിത്തോസിസ്. ഇത് മിത്തോസിസ് നടക്കണമെങ്കിൽ ലൂക്കായിലുള്ള എല്ലാ ഘടകങ്ങളും ഡബിൾ ആകുകയും അല്ലെങ്കിൽ കുറച്ച് അത്രയും ആ ലൂക്കായിലുള്ള അത്രയും എണ്ണം ഇല്ലെങ്കിലും 10 റീബോസോം ഉണ്ടെങ്കിൽ മിനിമം റീബോസോമെങ്കിലും ഡിവൈഡ് ചെയ്ത് പുത്രിക സെല്ലുകളിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ RNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ RNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിത്തോസിസ് എന്ന് പറയുന്നത്. ആദ്യം RNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, അതിനുശേഷം സെല്ലിലുള്ള മറ്റെല്ലാ സാധനങ്ങളും ആവശ്യത്തിനനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അങ്ങനെ 2 സെല്ലായി മാറാൻ മാത്രമുള്ള ഘടകങ്ങളെല്ലാം ആയി കഴിയുമ്പോൾ അത് കൃത്യമായി 2 സൈഡിലേക്ക് മാറി സെല്ല് നടുവ് 2ആയി പിളരണം. നമുക്ക് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്, ഇതിൻ്റെ ഓരോ പോയിന്റും അതിസങ്കീർണമാണ്. ഇത് ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പോൾ DNA നമ്മൾ കണ്ടു, ഏറ്റവും ചെറിയ DNA പോലും 150 കോടി ബേസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 1 മില്യൺ, ലൂക്കായ്ക്ക് 1 മില്യൺ ബേസ് ഉള്ളത്, അല്ലെങ്കിൽ 10 ലക്ഷം ബേസ് ഉണ്ടെങ്കിൽ പോലും ഈ 10 ലക്ഷം ബേസും എന്ത് ചെയ്യണം? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ ബേസിൽ നമ്മൾ DNA നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, DNA പ്രധാനമായിട്ട് ന്യൂക്ലിക് ബേസുകൾ ചിത്തോസിൻ, ഗ്വാനിൻ, അഡനിൻ, ഉറാസിൻ എന്ന് പറയുന്ന, അതുകൂടാതെ ചില റെയറായിട്ടുള്ള ബേസുകളുണ്ട്. പക്ഷെ പ്രധാനമായും ആശയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ബേസുകളിലാണ്. ഈ ഒരു ബേസ് ക്രമം തെറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ബേസ് ഇരിക്കുന്ന സ്ഥാനത്ത് മറ്റൊരു ബേസ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം മാറി. ഒരു ലാംഗ്വേജിൽ ഒരു അക്ഷരം എഴുതുന്നത് പോലെയാണ്. പോകണം എന്ന് എഴുതുന്ന സ്ഥലത്ത് കാ മാറി നാ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഈ ബേസുകളിൽ ഒരു ഭാഷയിൽ എഴുതിയിരിക്കുന്നത് പോലെ കൃത്യമായ 4 അക്ഷരങ്ങളിലും അതിനോട് ചേർന്ന് സപ്പോർട്ടീവായ ചെറിയ അക്ഷരങ്ങളിലും മില്യൺ കണക്കിന് വലിപ്പത്തിലാണ് ഒരു ജീവന്റെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഏത് സമയത്ത് ഏത് പ്രോട്ടീൻ ഉണ്ടാക്കണം, അത് എത്ര ഉണ്ടാക്കണം. അതുകൂടാതെ തന്നെ ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സെൽ ക്ലോക്ക് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും അത്ര ഡീപ്പായിട്ട് നമുക്ക് സയൻസിന് ഇന്ന് അറിയത്തില്ല, നാളെ കണ്ടെത്തുമായിരിക്കാം. അപ്പോൾ ഇത്ര സങ്കീർണമായതാണ്. അപ്പോൾ ഒരു RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും DNA എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 ബേസ് 2 സൈഡിലുണ്ട്. എക്ലിപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഏണി പോലെ നമുക്ക് കാണാം. DNA പടം നമ്മൾ കണ്ടിട്ടുണ്ടോ? RNA ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ പോലും 10 മില്യൺ അക്ഷരങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഇത് ഓരോ ന്യൂക്ലിയോസിസ് ആണ് ഓരോ അക്ഷരം. അതിനകത്ത് പ്രധാനമായിട്ട് 4 അക്ഷരമാണെന്ന് പറഞ്ഞു. ഈ 4 അക്ഷരങ്ങൾ 1 മില്യൺ തവണ എഴുതി 10 ലക്ഷം അക്ഷരങ്ങൾ അടുക്കി വെച്ചു. 4 അക്ഷരമേ ഉള്ളൂ DNA ഭാഷയിലെങ്കിൽ. അത്രയും കൊണ്ടൊന്നും ഒരു ഫസ്റ്റ് ജീവൻ ലൂക്കായ്ക്ക് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. 10 മില്യൺ അക്ഷരങ്ങളുടെ ഒരു ബുക്കിനെ റീറൈറ്റ് ചെയ്യണം. ഒരു RNA വീണ്ടും അതിന് തുല്യമായത് ആയിട്ട് വലിയ ചേഞ്ച് ഒന്നുമില്ലാതെ റീറൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, അങ്ങനെ 2 RNAകൾ ഒരേപോലെ ഇരിക്കുന്ന 2 RNAകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പുതിയ 2 ജീവികളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് ഒത്തിരി എറർ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ എറർ ഫാക്ടേഴ്സിനെ നിയന്ത്രിക്കുന്ന ഫംഗ്ഷനുകളുണ്ട്. അതൊക്കെ വളരെ സങ്കീർണമാണ്. അതുകൂടാതെ ചില എറർ ഫാക്ടറിനെ ഇത് അനുകൂലിക്കും. കാരണം പ്രകൃതിയിൽ ഉണ്ടാകുന്ന അതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷനൊന്നും ഇന്ന് 100% സാറ്റിസ്ഫൈഡ് ആയ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ മോഡേൺ സിന്തസൈസിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എവല്യൂഷൻ ചാൾസ് ഡാർവിനിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് മോഡേൺ സിന്തസൈസസ് എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടിൽ എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ നിയോ ഡാർവിനിസം എന്ന് പറയുന്ന മറ്റൊരു കാഴ്ചപ്പാട്, ഇതെല്ലാം അവിയൽ പോലെയാണ്. ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഒരു സെല്ല് സിമ്പിളായിട്ട് ഇപ്പം വൈശാഖൻ തമ്പി പറയുന്ന പോലെ ഇങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് യാദൃശ്യമായി ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷനാണ് ഈ ജീവവർഗങ്ങളെല്ലാം ഉണ്ടാക്കിയതെങ്കിൽ, ഈ പറയുന്ന അനുകൂലമായ മ്യൂട്ടേഷനുകൾക്ക് അനുസരിച്ചാണ് പ്രതിരോധ ശക്തി, ഒരു ബാക്ടീരിയ, ഒരു വൈറസ് എങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ അതിനെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളോട് പ്രതികരിച്ച് പ്രതിരോധ ശക്തി ആർജിച്ചെടുക്കുന്നത്. അതിൻ്റെ തലമുറകളിലേക്ക്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഉണ്ട്, ക്യാപ്സ്യൂളുകളായിട്ട് ഒരു ബാക്ടീരിയ ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധ ശക്തി നേടിയെടുത്തു കഴിഞ്ഞാൽ ക്യാപ്സ്യൂളുകളായിട്ട് അതിൻ്റെ ജീനോം RNA ഒരു കഷ്ണം പുറത്തേക്ക്, സെല്ലിൻ്റെ പുറത്തേക്ക് വിട്ടിട്ട് അതിൻ്റെ സഹോദരി ബാക്ടീരിയകൾക്ക് നൽകുകയും അവരത് സ്വീകരിക്കുകയും ഇതേ ബാക്ടീരിയ ആർജിച്ചെടുത്ത പ്രതിരോധ ശക്തി ആർജിച്ചെടുക്കുകയും ചെയ്യും. ഇത് ക്യാപ്സ്യൂൾ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ജീൻ ആശയ പകരലാണ്. എന്നാൽ നമ്മൾ കണ്ടു അങ്ങനെയല്ല. മിത്തോസിസിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നടന്ന 2 വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും സങ്കീർണമാണ്. അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഞാനത് ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഈ വീഡിയോ ഇപ്പം തന്നെ ഒത്തിരി നീണ്ടുപോയി എന്ന് തോന്നുന്നു. മിത്തോസിസ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അക്കാഡമിക് ലെവലിലുള്ള നോളേജ് കുറേയൊക്കെ ചെറിയ എററൊക്കെ അതിനകത്ത് കാണാം, വിക്കിപീഡിയയിൽ നിന്ന് കിട്ടും. അതിൻ്റെ ഉള്ളിൽ ഓരോ ഫാക്ടറിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള ലേഖനങ്ങളുണ്ട്. അത് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇത് എത്രമാത്രം സങ്കീർണമാണെന്ന് മനസ്സിലാവും. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് സെല്ലിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രധാനം. ഒന്ന് പ്രോട്ടീൻ സിന്തസിസ്, ഇത് മാത്രമല്ല എനർജി സിന്തസൈസിൻ്റെ വേറൊരു ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണം. ഒരു കാർ ഓടണമെങ്കിൽ അതിനകത്ത് പെട്രോൾ ഒഴിക്കണം. ഈ പെട്രോൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഉണ്ടാക്കുന്ന വേറൊരു സിന്തസിസ് ഉണ്ട്. ഈ സെല്ലിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള എങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നെ പഠിച്ചാൽ തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ
സൂപ്പർ നാച്ചുറൽ പേഴ്സന്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ സെല്ല് അല്ലെങ്കിൽ ഫസ്റ്റ് ലൂക്ക എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആൻസിസ്റ്ററായ ആ ഫസ്റ്റ് സെല്ല് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ല് എന്ന് വേണമെങ്കിൽ കുറേ സെല്ലുകൾ ആ ആൻസിസ്റ്ററായ അല്ലെങ്കിൽ ഇന്ന് ജീനോം പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ആദ്യ ഗണമായ ഒരു ഗണം ഉണ്ടെന്നുള്ള സാധ്യത സയൻറ്റിഫിക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ആ ആൻസിസ്റ്ററിനെ നിർമ്മിക്കാൻ ഒരു എക്സ്റ്റേണൽ ഇൻ്റലിജൻറ്റ് ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ അതിന് നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ജീവൻ എന്താണെന്ന് പഠിക്കണം. അതിനുശേഷം സെല്ലിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് സയൻസ് പറയുന്നത് ഈ പറയുന്ന സെല്ലിൻ്റെ ജൈവ തന്മാത്രകൾ സ്വാഭാവികമായി ലാബറട്ടറിയിലോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ അബജനിസ് വഴി ഉണ്ടാകാം. പക്ഷേ ഈ അബജനിസ് വഴി ഉണ്ടാകുന്ന ഈ തന്മാത്രകളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ക്രമീകരിക്കപ്പെടുന്നത്, അതിന് വളരെ വളരെ ലോലമായ ഹൈപ്പോത്തസിസുകളാണ് ഉള്ളത്. ഇറന്നെ വേൾഡിൽ ഈ സെൽ മെംബ്രാൻ എങ്ങനെയാണ് ഒരു ഇറന്നയിൽ റൗണ്ട് ചെയ്ത് യഥാർത്ഥത്തിൽ ഇറന്ന എന്ന് പറയുന്നത് സെൽഫ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ളതൊന്നല്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് ഹൈപ്പോത്തസിസ് ചെയ്താൽ പോലും അതിന് റീബോസോം വേണം, അതിന് അനുകൂലമായ ഹോമിയോസ്റ്റാറ്റിക് അന്തരീക്ഷം വേണം, അതിനാവശ്യമായ റിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ് വേണം. അത് കുറേ എണ്ണമുണ്ട്, 8-10 ഫാക്ടേഴ്സ് ഇന്ന് തന്നെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ടൈമിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഹോമിയോസ്റ്റാസിസ് നിലനിർത്താൻ ആവശ്യമായ ഗ്രോത്ത് ഫാക്ടേഴ്സും അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഫാക്ടേഴ്സും പ്രോട്ടീൻ സിന്തസൈസും എനർജി സിന്തസൈസും അല്ലെങ്കിൽ എനർജി ഉൽപ്പാദനവും എല്ലാം നടക്കണം. ഇതെല്ലാം നടന്നെങ്കിൽ മാത്രമേ ഫസ്റ്റ് ലൂക്ക എന്ന് പറഞ്ഞ ലൈഫ് എന്ത് ചെയ്യുള്ളൂ, റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. റീപ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു എവല്യൂഷൻ ഇന്ന് ഈ കാണുന്ന ഏകദേശം 350 കോടി വർഷം കൊണ്ടുണ്ടായ ഇന്ന് കാണുന്ന ജൈവ അവസ്ഥ കോടിക്കണക്കിന് കോടാനുകോടി ജീവികൾ ഇന്നുണ്ടാവുള്ളൂ. ഇതിനെയാണ് വളരെ സിമ്പിളായിട്ട് ഇത് പയ്യെ അല്ലെങ്കിൽ ബില്യൺ അല്ലെങ്കിൽ മില്യൺ വർഷങ്ങൾ കൊണ്ട് ഓരോ 10 ലക്ഷം വർഷത്തിലും ഒരു 50 ജീവി ഉണ്ടായി, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താണ് ഇത്രയും വലിയ വൈവിധ്യവും സങ്കീർണതയും ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ വൈശാഖൻ തമ്പി സമൂഹത്തിൽ അവതരിപ്പിക്കുകയും പ്രകൃതിയുടെ അതിഭീകരമായ അചിന്തനീയമായ സങ്കീർണതയുടെ സംവിധാനം കേവലം സ്വാഭാവികമായ സിമ്പിൾ നിയമങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എന്നൊരു ചിലന്തുവലയുടെ ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് വെറും സിമ്പിൾ നിയമങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. ഡാർവിനിസത്തിൻ്റെ മോഡേൺ സിന്തസിസിൻ്റെ ക്രിറ്റിസിസം വായിച്ചാൽ തന്നെ സയൻസ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അനേകം പ്രതിഭാസങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ കുറേശ്ശെ ഇനി ഇപ്പോഴുള്ള ഭൂമിയുടെ അല്ലെങ്കിൽ സൃഷ്ടപ്രപഞ്ചന ആനുസായി 8 ബില്യൺ വർഷം ഉണ്ടെങ്കിൽ പോലും ഈ കുറേശ്ശെ രൂപപ്പെട്ട് വരാൻ പറ്റുന്ന ഒരു ചേഞ്ച് അല്ല ജീവൻ എന്ന് പറയുന്നത്. എങ്കിൽ യൂണിവേഴ്സൽ ആൻസിസ്റ്ററായ ഫസ്റ്റ് സെല്ല് തന്നെ അതിഭീകരമായ ഒരു ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്നുള്ള ജീവനുള്ള ഒന്നിലേക്കുള്ള ചേഞ്ച് എന്ന് പറയുന്നത് അതിഭീകരമായ, മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര സങ്കീർണമായ ഒരു ബൃഹത്തായ ചേഞ്ചാണ്. അതൊരു കൊച്ചു ചേഞ്ച് അല്ല എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ചേഞ്ച് ആണ് ഈ വളരെ സങ്കീർണവും വ്യത്യസ്തമായ ജീവികൾ ഉണ്ടാക്കിയത് എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഈ ഫസ്റ്റ് ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് കൃത്യമായി പറയാൻ സാധിക്കണം, അല്ലെങ്കിൽ ഒരുവിധം സ്വീകാര്യമായ രീതിയിലെങ്കിലും പറയാൻ സാധിക്കണം. കുറേ ഹൈപ്പോത്തസിസുകൾ അവതരിപ്പിച്ചുകൊണ്ടായില്ല. ഹൈപ്പോത്തസിസ് പണ്ടത്തെ ഹൈപ്പോത്തസിസ് അല്ല, ഇന്നത്തെ ഓരോ പ്രതിഭാസങ്ങൾ കണ്ടെത്തുമ്പോൾ ആ ഹൈപ്പോത്തസിസിനെ പറയുന്നുണ്ട്. ചാൾസ് ഡാർവിൻ്റെ ഹൈപ്പോത്തസിസ് ഇന്നത്തെ പ്രതിഭാസങ്ങളുടെ കണ്ടെത്തൽ കൊണ്ട് ചാൾസ് ഡാർവിൻ്റെ ഹൈപ്പോത്തസിസ് ഇന്ന് തള്ളപ്പെട്ടു. അതിനെ ന്യൂ ഡാർവിനിസം എന്നൊക്കെ പറഞ്ഞ് അനേകം അഡീഷണൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ഡെവലപ്പ് ചെയ്താലും സയൻസിന് വിശദീകരിക്കാൻ പറ്റാത്തത്ര സങ്കീർണമാണ് ഇത് എന്ന് ഒരു സാമാന്യ ബുദ്ധിയിൽ ഇതിനെ ശാസ്ത്രീയമായി പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയും ഐസക് ന്യൂട്ടനെ പോലെയും ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് സയൻറ്റിസ്റ്റുകൾ ദൈവവിശ്വാസികളായിരിക്കുന്നത്. അല്ലാതെ അവർ മണ്ടന്മാരായതുകൊണ്ടല്ല, മതത്തിൻ്റെ ചട്ടക്കൂടിൽപ്പെട്ട് അവരുടെ ബുദ്ധി വികലമായതുകൊണ്ടല്ല അവരങ്ങനെ ആയിരിക്കുന്നത്. ഈ സങ്കീർണതയൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആണ് ഒരു ഗോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഇതിന് നിരീശ്വരവാദികൾ ഒരു യുക്തിയുമില്ലാതെ ദൈവമില്ല എന്ന് അവതരിപ്പിച്ചുകൊണ്ട് സയൻസിൻ്റെ കുറേ സിദ്ധാന്തങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാതെ തങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ അതിൻ്റെ സത്ത മുഴുവൻ ചോർത്തിക്കളഞ്ഞ് ഒരു ഔട്ട്ലൈനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സാധാരണ മനുഷ്യരെ
ദൈവമില്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രഭാഷണത്തിലും. അതുകൊണ്ട് തന്നെ വൈശാഖൻ തമ്പിയുടെ ഈ ആർഗ്യുമെൻ്റ്, ഗോഡ് ഹൈപ്പോത്തസിസ് ഇല്ല എന്നുള്ള ആർഗ്യുമെൻ്റ്, ഒരൊറ്റ സെല്ലിനെ കുറിച്ചുള്ള, ഫസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള യൂണിവേഴ്സൽ ആൻസിസ്റ്റർ എന്ന ലൂക്ക എന്ന് പറയുന്ന ഫസ്റ്റ് ലൈഫ്, സയൻസ് തന്നെ പറയുന്നതാണ്, ഫസ്റ്റ് ലൈഫിൻ്റെ സങ്കീർണത പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇനി ഇത് മാത്രമല്ല, ഇതിനകത്ത് 100 കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇനിയും തെളിവുകളുണ്ട്. എങ്ങനെയാണ് പേരൻറ് സെല്ല് കണ്ടെത്തുന്ന പുതിയ ആശയങ്ങളെ കണ്ടെത്തുന്നുണ്ടെന്ന് ഉറപ്പാണ്. കാരണം പ്രതിരോധ ശക്തി ആർജിക്കുന്നുണ്ട്. ഒരു പുത്രികാ സെല്ലിന് ഒരു പേരൻറ് സെല്ല് ലൈഫ് ടൈമിൽ സ്വീകരിച്ച കണ്ടെത്തലുകൾ, പുതിയ കണ്ടെത്തലുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തി നൽകുന്നതെന്ന് ഇന്നും കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ അനേകം വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകനാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ആർഗ്യുമെൻറ്റുകളെ നിങ്ങൾക്ക് പരിശോധിച്ചിട്ട് ഇതിന് റിപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇനി അതല്ല, ഈ രവിചന്ദ്രൻ്റെ മനോഹരമായ പ്രഭാഷണ ആക്ഷേപഹാസ്യത്തിലൊക്കെ അടങ്ങിയ മനോഹരമായ അവതരണ ശൈലി സ്വീകരിച്ച് അതിൽ രമിച്ച് മയങ്ങിപ്പോയി ഇവർ പറയുന്നതാണ് ശരി, ഇവർ മേമ്പൊടിയിട്ട് ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്, യഥാർത്ഥ ശാസ്ത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും ഉത്തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതല്ല ശാസ്ത്രം. യഥാർത്ഥ മോഡേൺ സയൻസ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് മാത്രമല്ല, മോഡേൺ സയൻസ് എന്ന് പറയുന്നത് അതിലും വ്യാപ്തിയുള്ളതും എല്ലാ സാധ്യതകളെയും പരിശോധിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് മോഡേൺ സയൻസിലൂടെ തന്നെ ദൈവത്തിൻ്റെ സാധ്യതകളെ കണ്ടെത്താൻ സാധിക്കും എന്നും പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതോടൊപ്പം എൻ്റെ വീഡിയോയുടെ അടിയിലും പലരും ഇവരുമായിട്ടൊരു സംവാദം നടത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഒഫീഷ്യലായിട്ട് വൈശാഖൻ തമ്പി എൻ്റെ അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ ബേസിക്കായ ഈ ആർഗ്യുമെൻറ്റുകൾ, ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ടോ, അല്ല ആധികാരണമായൊരു ദൈവമുണ്ടോ, ഇത് സയൻറ്റിഫിക്കായിട്ട് എന്ന് പറഞ്ഞാൽ ആത്മീയമായ തലത്തിലല്ല, സയൻറ്റിഫിക്കായിട്ട് ഇതിനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന ഒരു വിശകലനം, ഒരു സംവാദം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനവസരം നിങ്ങൾ ഒരുക്കുക, എന്നോട് എതിർപ്പുള്ളവർ ഒരുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.